3, 2, 1, 0. വെറുതെ നമ്മൾ സാറ്റലൈറ്റ് വിടുന്നതല്ല, പലർക്കും ഇത് അറിയില്ല. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെല്ലാം റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. Every Indian witnessing the launch live is content with the feeling of watching history in the making. ഇപ്പൊ ഇനി പോകാൻ പോകുന്നത് നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡിങ് നമ്മൾ പറയാറുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡിങ് നമ്മൾ പറയുന്നത് കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിലോ ഒക്കെ പോകുന്നതേ ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി ഇപ്പൊ സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്, സ്പേസ് ട്രാവൽ. ഇത് ഞാൻ പറയുന്നത് ഞാനിത് പബ്ലിക് മീഡിയയിൽ പറയുന്നതല്ലേ. വെറൊരു സൈക്കിളിൽ തുടങ്ങിയ ഒരു ചരിത്രമാണ്. അതെ, സൈക്കിളിൽ കൊണ്ടുപോയി ചരിത്രമാണുള്ളത്. ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ചന്ദ്രയാൻ 3യുടെ ലോഞ്ചിന് ശേഷം നമുക്കറിയാം ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാൽ ആ ഒരു ആഴ്ച 2 ആഴ്ച ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് ഇന്ത്യയിലേക്ക് വന്നത്. അതും സ്പേസിലല്ല വന്നത്, മറ്റ് മേഖലകൾ. കാരണം ഇത് സ്പേസിലുള്ള കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി കൈൻഡ് ഓഫ് എ കോൺഫിഡൻസ് ബിൽഡിംഗ് ഫോർ ദ കൺട്രി ആസ് എ ഹോൾ. ഇപ്പൊ സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും പണമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 85ഓളം രാജ്യങ്ങൾ, more than 85 countries ഇപ്പൊ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. A single asteroid the size of a football field could contain $25 billion to $50 billion worth of platinum. സാധാരണക്കാരന്റെ ഏത് ലൈഫിൽ നമ്മുടെ അടുക്കളയ്ക്കകത്ത് തുടങ്ങി പർവ്വതാരോഹണം വരെയുള്ള എന്ത് സംഗതികൾ എടുത്താലും ഇതിലെല്ലാം എവിടെയെങ്കിലും ഒക്കെ സ്പേസ് കണക്റ്റഡ് ആണ്. അത് പലരും അറിയാതെ പോകുന്നതാണ്. സാർ ആരാണ്, എന്താണ് ചെയ്യുന്നത്? ഞാൻ ഏഷ്യയിലെ തന്നെ ഒരേ ഒരു ബഹിരാകാശ സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, അത് നമ്മുടെ തിരുവനന്തപുരത്താണ്. പലർക്കും അതറിയില്ല. അവിടെ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണ മേഖല ബഹിരാകാശ സാമ്പത്തിക ശാസ്ത്രമാണ്. ബേസിക്കലി ഞാനൊരു എക്കോണമിസ്റ്റാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇപ്പം IIST വന്നതിന് ശേഷം ISRO ആയിട്ടുള്ള ലിങ്ക് ഒക്കെ കൊണ്ട് കൂടുതലായിട്ട് എൻ്റെ ഗവേഷണങ്ങൾ ബഹിരാകാശ ടെക്നോളജി അല്ലെങ്കിൽ ബഹിരാകാശ നിക്ഷേപങ്ങൾ, അത് എത്രത്തോളം അതിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങനെ ജനങ്ങളുടെ ജീവിതത്തെ മാറ്റുന്നു, അവർക്ക് എന്തൊക്കെ ഉപയോഗം ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു പുതിയ മേഖലയാണ്. കഴിഞ്ഞ ഒരു 2 ഡെക്കേഡായിട്ടാണ് ലോകത്ത് മുഴുവൻ ഇതിനെപ്പറ്റി ഗവേഷണങ്ങൾ ആരംഭിച്ചത്. യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലും സ്ലോലി പല കമ്പനികളും നമ്മളൊക്കെ കുറച്ച് പേരും 2-3 പേരും ഒക്കെ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അധ്യാപനമാണ് പ്രധാനപ്പെട്ട ജോലി. കോളേജ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ള ജോലിയാണ് പ്രധാനമായിട്ടുള്ളത്. സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും സ്പേസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് എങ്ങനെയാണ് അതിലെന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന്? സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എടുക്കുമ്പം അവിടുത്തെ ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം, ഇത് പല രീതിയിലുണ്ട്. ഇൻഡസ്ട്രി ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട്, ഇങ്ങനെയെല്ലാം. ഇതിൽ നിന്നെല്ലാം വരുമാനം ഉണ്ടാവും. ഇതുപോലെ തന്നെ അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്ന ബഹിരാകാശ സാങ്കേതിക വിദ്യ. അതിനെ ബഹിരാകാശത്തേക്ക് പോകുമ്പം അല്ലെങ്കിൽ ബഹിരാകാശത്തേക്ക് സാറ്റലൈറ്റ് അയക്കുക, അതിൻ്റെ ലോഞ്ച് വെഹിക്കിൾ റോക്കറ്റ്സ് ഉണ്ടാക്കുക, അതിന് ടെലിമെട്രി, ട്രാക്കിംഗ്, നാവിഗേഷൻ, പൊസിഷനിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിൽ ഉൽപ്പാദനം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഡസ്ട്രി വളരുന്നുണ്ട്. അതിനെ നമ്മൾ അപ്സ്ട്രീം ആക്ടിവിറ്റീസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ, സാറ്റലൈറ്റ്, ഇപ്പം റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഭൂമിയുടെ ചിത്രങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഓരോ മൂവ്മെൻറ്റിനെ പറ്റിയും എപ്പോഴും സാറ്റലൈറ്റ്സ് ചിത്രങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഭൂമിക്ക് അടിയിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ ഇപ്പോൾ സാറ്റലൈറ്റിന് പവറുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. ഗ്രൗണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. സീയുടെ കണ്ടീഷൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡെയിലി ആൾക്കാരെ മോണിറ്റർ ചെയ്യാം. മുഴുവനായിട്ട് 24/7 ഓരോ സെക്കൻഡും മോണിറ്റർ ചെയ്യുകയും ആ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, അഗ്രികൾച്ചർ, കൃഷിക്ക്, അല്ലെങ്കിൽ വ്യവസായത്തിന്, അല്ലെങ്കിൽ ട്രാഫിക് മാനേജ്മെൻറ്റിന്, അല്ലെങ്കിൽ പല പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്തരത്തിൽ ഇതിനെല്ലാം സാമ്പത്തിക വശങ്ങളുണ്ട്. ഒന്ന്, ഈ സാങ്കേതികവിദ്യ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളും, അതിനെല്ലാം അപ്സ്ട്രീം ആക്ടിവിറ്റീസ് എന്ന് പറയും. 2, അവിടുന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് പല പല മാർക്കറ്റിംഗ്, പല കാര്യങ്ങൾ, ഇപ്പം ബാങ്കുകൾ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഡേറ്റ ഉപയോഗിക്കുന്നുണ്ട്, ഷിപ്പിംഗ്, അതിന് വേണമെങ്കിൽ സ്പേസ് ഡേറ്റ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ATM നമുക്ക് കൂടുതൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ സ്പേസിൻ്റെ കണക്ഷൻസും ഡേറ്റ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇത്തരത്തിൽ സീംലെസ് ആയിട്ട് എന്തിനു പറയുന്നു, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഇതിനെല്ലാം സ്പേസ് കണക്റ്റഡ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഗ്രോ ചെയ്യുന്നു.
സമ്പദ് വ്യവസ്ഥ വളർന്നു. അപ്പോൾ ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നു, ഒരുപാട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെല്ലാം പറ്റി നമ്മൾ പഠിക്കുമ്പോഴാണ് അത് ബഹിരാകാശ സാമ്പത്തിക ശാസ്ത്രമാവുന്നത്. അതിൽ നിന്ന് നമ്മൾ മൊത്തം സമ്പദ് വ്യവസ്ഥയിലേക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ടോട്ടൽ GDP-യിലേക്ക് എത്ര ഈ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ എക്കണോമിക്സിൽ പറയുന്ന മൾട്ടിപ്ലെയർ ഇമ്പാക്ട്സ് ഉണ്ടാക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അത് എംപ്ലോയ്മെൻ്റ് ആയിട്ടായാലും ഇൻകം ആയിട്ടായാലും പുതിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായാലും എത്ര രീതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് മെഷർ ചെയ്യുകയും അതിനെപ്പറ്റി പഠനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് അത് ബഹിരാകാശ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള വിഭാഗമായി മാറുന്നത്. അപ്പോൾ ഈ എക്കണോമിക്സും എക്കണോമിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുകയാണ്. എക്കോണമി എന്ന് പറഞ്ഞാൽ ആ മൊത്തത്തോടെ ആ ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ, കൺസംഷൻ കൊണ്ട് അത് എത്രത്തോളം ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, എത്രത്തോളം GDP കോൺട്രിബ്യൂഷൻസ് ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിന് എക്കോണമി. അത് എവിടെ നിന്ന് വരുന്നു, കൃഷിയിൽ നിന്നാണോ കൂടുതൽ വരുന്നത്, വ്യവസായത്തിൽ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ സ്പേസിൽ നിന്നാണോ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇൻഡസ്ട്രിയിൽ നിന്നാണോ, അല്ലെങ്കിൽ സർവീസസ് സെക്ടറിൽ നിന്നാണോ വരുന്നത്. ഇതിങ്ങനെയൊക്കെ പഠിക്കുമ്പം അത് ആ എക്കോണമിയുടെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നു എന്ന് പറയും. അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ബഹിരാകാശ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി പഠിക്കുമ്പോൾ 3 തിരിച്ചിട്ടുണ്ട്. അപ്സ്ട്രീം ആക്ടിവിറ്റീസ്, ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ് എന്നും ഡിറൈവ്ഡ് ആക്ടിവിറ്റീസ് എന്നും പറയും. ഇത് യൂറോപ്യൻ യൂണിയൻ്റെ ഡെഫിനിഷനാണ്. അപ്സ്ട്രീം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം റോക്കറ്റ് ഉണ്ടാക്കുക, സാറ്റലൈറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജീസ് ഉണ്ടാക്കുക, നാവിഗേഷൻ ടെക്നോളജീസ് ഉണ്ടാക്കുക, ഈ സംഗതികളിൽ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുക, സ്പേസിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള സ്പേസ് സ്യൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കുക, സ്പേസ് മെഡിസിൻ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ്. അതായത് ഒരു റോക്കറ്റ് ലോഞ്ച് ചെയ്ത് സാറ്റലൈറ്റ്സിനെ ഓർബിറ്റിലേക്ക് വിടാൻ വേണ്ടി എന്തൊക്കെ സംഗതികൾ വേണോ അതിനെയൊക്കെ പറ്റി, അതിൻ്റെ ഉൽപ്പാദനത്തെ പറ്റി പഠിക്കുകയും അതിനെ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിനെ പറ്റി പഠിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്സ്ട്രീം ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ സാറ്റലൈറ്റ് നമ്മൾ വിടുന്നത്? വെറുതെ നമ്മൾ സാറ്റലൈറ്റ് വിടുന്നതല്ല. പലർക്കും ഇത് അറിയില്ല. നമ്മൾ തിരുവനന്തപുരത്താണ് ജീവിക്കുന്നത്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഉണ്ട്. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെല്ലാം റോക്കറ്റ് വിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ റോക്കറ്റ് എന്തിനാണ് വിക്ഷേപിക്കുന്നത്? അത് സാറ്റലൈറ്റ് ആണ് ക്യാരി ചെയ്യുന്നത്. ഈ സാറ്റലൈറ്റ് എന്തിനുള്ളതാണ്? അത് ഒരു പ്രത്യേക ഓർബിറ്റിൽ നിക്ഷേപിച്ച് കഴിയുമ്പോൾ അത് ഭൂമിക്ക് ചുറ്റും ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ ഭൂമിയുടെ ചിത്രങ്ങളോ അല്ലെങ്കിൽ ഭൂമിക്കുള്ള കമ്മ്യൂണിക്കേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സാറ്റലൈറ്റ്. ഇത് നമുക്ക് ഇവിടെ ഉപയോഗം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കണക്ടിവിറ്റി, അതുപയോഗിച്ച് ചെയ്യുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയുള്ള കമ്പനികൾ, ഇപ്പം പല കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികൾ, ഒരു ഉദാഹരണത്തിന് ഒരു കമ്പനി IIST ഉള്ള പഴയ ഒരു സ്റ്റുഡൻറ്റ് തുടങ്ങിയ കമ്പനിയാണ് സാറ്റ്ഷുവർ എന്ന് പറഞ്ഞ കമ്പനി. ഈ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ ബാങ്കിങ്ങിനെ സഹായിക്കുകയാണ്. ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? ബാങ്കുകൾക്ക് ഇപ്പോൾ ഒരു കർഷകന് ഒരു ലോൺ കൊടുത്തു. ആ ലോൺ കൊടുത്തിട്ട് ബാങ്കിന് എന്നത് മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ലോകം മുഴുവൻ ഒരുപാട് സ്ഥലങ്ങളിൽ കൃഷിക്ക് വേണ്ടി ലോൺ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കൃഷി നശിക്കുന്നുണ്ടോ, കൃഷി നല്ലതാണോ, കൃഷിയിൽ നിന്ന് അദ്ദേഹത്തിന് ഉപയോഗം കിട്ടിയോ, ഫൈനലി ചിലപ്പം ഇൻവേരിയബിളി നമ്മളെന്താണ്, കർഷകൻ ചിലപ്പം പറയും എൻ്റെ കൃഷിയെല്ലാം നശിച്ചു, എനിക്കതുകൊണ്ട് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ പറയും. പക്ഷേ ഇതിന് പകരം ഈ കമ്പനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ റിയൽ ടൈമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് മോണിറ്റർ ചെയ്യുകയാണ് അതിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ സ്ട്രെങ്ത്, അത് എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ 2 ഗുണങ്ങളാണ്. ഒന്ന്, ബാങ്കിനും ഇൻഷുറൻസ് കമ്പനീസിനും നല്ല ഗുണമുണ്ട്, കാരണം അവർക്ക് റീപേയ്മെൻറ്റുകൾ വളരെ കറക്റ്റായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ കർഷകന് അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഉപഭോക്താവിനുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പ്രീമിയം കുറവായിരിക്കും, ലോൺ കൂടുതൽ കിട്ടാൻ സഹായിക്കും. കാരണം റിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യും, അതിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്ത് ചിലപ്പോൾ ഒരുപക്ഷെ കർഷകന് ഇൻഫർമേഷൻ കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ വളരെ വലിയ ഉപയോഗങ്ങളാണ് ഇതുപോലെയുള്ള, ഇതൊരു കമ്പനിയുടെ കാര്യം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു. അതുപോലെ പല കമ്പനിയുണ്ട്. ഇപ്പം എന്താണ്, ഗ്രൗണ്ട് വാട്ടർ മനസ്സിലാക്കി കൊടുക്കുക, അർബൻ പ്ലാനിങ്, നമ്മൾ എന്താണ് ഒരു സിറ്റിയെ പ്ലാൻ ചെയ്യണമെങ്കിൽ സാറ്റലൈറ്റ് വെച്ച് പ്ലാൻ ചെയ്താൽ അതിൻ്റെ ഉയർച്ചയും ആ ഏരിയയുടെ താഴ്ചയും ലെവലും ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് റോഡുകളും അതിൻ്റെ വെള്ളം മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്ലഡ് വാട്ടർ എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് പ്ലാൻസ്, ഇതെല്ലാം സാറ്റലൈറ്റിൻ്റെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഇക്കോണമൈസ് ചെയ്യാൻ പറ്റും.
അഥവാ നമ്മൾ പറയുന്നത് എന്താണ്, ഓപ്റ്റിമലായിട്ട് ഒരു ഏരിയ യൂസ് ചെയ്യാൻ പറ്റും, റിസോഴ്സസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഉപയോഗമാണ് ഈ ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ സ്പേസ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റും ഇൻകം ഒക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഈ ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസ് എന്നാണ്. അപ്പോൾ ജനറലി ആൾക്കാർക്കൊരു ധാരണയുണ്ട് നമ്മുടെ എന്താണ് റോക്കറ്റ് ബിൽഡിങ്ങും അല്ലെങ്കിൽ സാറ്റലൈറ്റ് മേക്കിങ്ങും അങ്ങനെയുള്ള സംഗതികളിൽ നിന്നാണ് ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നതും ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതും ഒക്കെ എന്നാണ് ആക്ടിവിറ്റി കൂടുതലെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകമെമ്പാടും ഏത് രാജ്യത്ത് ഇപ്പോൾ സ്പേസ് ഇക്കോണമി ഏറ്റവും ബൂസ്റ്റായി നിൽക്കുന്ന US ഉൾപ്പെടെയുള്ള ഏത് സമ്പദ് വ്യവസ്ഥ എടുത്ത് നോക്കിയാലും ഏറ്റവും കൂടുതൽ വരുമാനം വരുന്നതും ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നതും ഒക്കെ ഡൗൺ സ്ട്രീം ആക്ടിവിറ്റീസാണ്. അതാണ് ഡയറക്റ്റായിട്ട് ആൾക്കാരുടെ ലൈഫിനെ ടച്ച് ചെയ്യുന്നത്. ഡേറ്റയാണ് പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമതെന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മളൊരു സ്പേസിന് വേണ്ടി എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സ്പേസിന് വേണ്ടി എന്തെങ്കിലും ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ സ്പേസിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രോസസ്സ് കണ്ടുപിടിച്ചു. ഇത്തരത്തിലുള്ള സംഗതി ചെയ്യുമ്പം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ വേറൊരു കമ്പനി എടുത്ത് ആ ടെക്നോളജിയെ മറ്റൊരു സിറ്റുവേഷനിൽ വേറൊരു പ്രോബ്ലം സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാൽ അത് ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ഒരു ഡിറൈവ്ഡ് ആക്ടിവിറ്റി ആയി മാറും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജയ്പൂർ ഫൂട്ട് എന്ന് പറഞ്ഞൊരു ആംബുലേറ്റഡ് ലെഗ്, കാല് പോയവർക്കുണ്ടാകുന്ന ഒരു ലെഗിൻ്റെ ഇതിനു വേണ്ടിയുള്ള മെറ്റീരിയൽ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് ISRO ആണ്. അപ്പോൾ ആ ISRO ഡെവലപ്പ് ചെയ്ത മെറ്റീരിയൽ ഇതിനു വേണ്ടിയല്ല ഡെവലപ്പ് ചെയ്തത്. സാറ്റലൈറ്റുകളുടെ വെയിറ്റ് കുറച്ച് അത് ലോഞ്ച് ചെയ്യാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കാറുള്ളത്. കാരണം ലോഞ്ച് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി. വെയിറ്റ് കൂടുന്തോറും ലോഞ്ച് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. ഹെവി വെഹിക്കിൾ വേണം, ഹെവി ലിഫ്റ്റ് ഓഫ് വേണം, അപ്പോഴത്തേക്ക് ഹെവി ഫ്യൂവൽ വേണ്ടി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി വെയിറ്റ് കുറച്ചുള്ള മെറ്റീരിയൽസ് ആണ് സാറ്റലൈറ്റ് ബിൽഡിങ്ങിന് ഉപയോഗിക്കാറുള്ളത്. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു മെറ്റീരിയൽ മറ്റൊരു കമ്പനി എടുത്ത് അതിനെ ഇന്നോവേറ്റ് ചെയ്ത് അപ്പോഴാണ് മനസ്സിലായത് വളരെ ശക്തിയുള്ള വളരെ ലോങ് ലാസ്റ്റിംഗ് ഉള്ള പൊട്ടാത്ത ഒരു മെറ്റീരിയലാക്കി കൺവേർട്ട് ചെയ്ത് അതിനെ ഈ ലെഗിൻ്റെ ഫോമിലാക്കി. ISRO അല്ല കണ്ടുപിടിച്ചത്, ISRO മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഡിറൈവ്ഡ് ആക്ടിവിറ്റിയാണ്. ഇതുപോലെ സ്പേസ് സ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്പേസ് മെക്കാനിസംസ്, വേരിയസ് പ്രഷർ മെക്കാനിസംസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. പലതരത്തിലുള്ള റെഫ്രിജറേഷൻസ്, പലതരത്തിലുള്ള ഈ മെഡിക്കൽ ഡിവൈസസ് ഇൻവെൻറ്റ് ചെയ്ത് നാസയുടെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. മെഡിക്കൽ ഡിവൈസസ് പലതും ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് നാസയുടെ ഇൻവെൻഷൻ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് കമ്പനികൾ ശ്രമിച്ചപ്പോഴാണ്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരുപാട് സാധ്യതകളുണ്ട്, ഇൻവെസ്റ്റ്മെന്റും സാധ്യതകളുണ്ട്. ഈ ടെക്നോളജികളെല്ലാം പുറത്ത് എല്ലാവർക്കും അവൈലബിൾ ആണ് അല്ല, ഈ ടെക്നോളജി അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഈ ടെക്നോളജികൾ പലപ്പോഴും നമ്മുടെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം കമ്പനികൾ അപ്രോച്ച് ചെയ്ത് ചില ടെക്നോളജികൾ, ക്രിട്ടിക്കൽ അല്ലാത്ത ടെക്നോളജികൾ, ഇപ്പോൾ ISRO പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ നാസ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈമാറാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ടെക്നോളജികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ചെറിയൊരു മാർഗ്ഗമായിരിക്കാം. ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് ടെക്നോളജി തന്നെ ട്രാൻസ്ഫർ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ഒരു മാർഗ്ഗം. കാരണം നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ISROയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം തുടക്കം മുതൽ തന്നെ പ്രൈവറ്റ് കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ളതാണ്. പ്രൈവറ്റ് കമ്പനീസാണ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ ഡിസൈനിങ്ങും ഇതിൻ്റെ ഇൻവെൻഷനും ഒക്കെ ISRO ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടുതലായിട്ടുള്ള ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നത് പ്രൈവറ്റ് കമ്പനീസ്. അങ്ങനെ അത് കൈമാറുമ്പം അവർ ചിലപ്പം പല കാര്യങ്ങൾക്കും ചില ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കും, ചില ഇൻവെൻഷൻസ് സജസ്റ്റ് ചെയ്യും. ആ രീതിയിൽ പല ടെക്നോളജികളും പല ന്യൂ ഏരിയകളിലേക്ക് പോയിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ വലിയ കമ്പനികൾ, ഇപ്പം വാൽചന്ദ് നഗർ എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ HAL, NAL എന്ന് പറഞ്ഞ ഗവൺമെൻറ് കമ്പനികൾ, അല്ലെങ്കിൽ ഗോദ്രേജ് പോലെയുള്ള കമ്പനികൾക്കൊക്കെ ഒരുപാട് അവരുടെ പേര് തന്നെ വലുതായതിനോട് ഒരു പ്രധാനപ്പെട്ട കാരണം സ്പേസുമായിട്ടുള്ള കണക്ഷനും അതുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സുമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ഡിറൈവ്ഡ് ആക്ടിവിറ്റീസ്. വേറൊരു ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് രാജ്യത്തിൻ്റെ തന്നെ യശസ് ഉയർത്തുന്നതിന് ഈ ടെക്നോളജി വളരെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ചന്ദ്രയാൻ 3യുടെ ലോഞ്ചിന് ശേഷം നമുക്കറിയാം ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കിയാൽ ആ ഒരു ആഴ്ച 2 ആഴ്ച ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സാണ് ഇന്ത്യയിലേക്ക് വന്നത്. അതും സ്പേസിലല്ല വന്നത്, മറ്റ് മേഖലകൾ. കാരണം ഇത് സ്പേസിലുള്ള കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ച്വലി കൈൻഡ് ഓഫ് എ കോൺഫിഡൻസ് ബിൽഡിംഗ് ഫോർ ദ കൺട്രി ആസ് എ ഹോൾ. അപ്പം മറ്റ് രാജ്യങ്ങൾക്കൊരു അല്ലെങ്കിൽ മറ്റ് കമ്പനികൾക്കൊരു വിശ്വാസ്യതയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പം ഫോറിൻ കമ്പനികളും രാജ്യങ്ങളും ഇന്ത്യയെ ആശ്രയിക്കുന്നത് പലപ്പോഴും ലോഞ്ച് ചെയ്യാനും സ്പേസ് സപ്പോർട്ടിനും ഒക്കെ. അപ്പോൾ ഇന്ത്യ അത്രയ്ക്ക് മൈറ്റി കൺട്രിയാണ് സ്പേസ് അരീനയിൽ. ലോകത്തിൽ തന്നെ ടോപ്പ്
5 രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിലും ബാക്കി എല്ലാ കേപ്പബിലിറ്റിയിലും മറ്റ് രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ കേപ്പബിലിറ്റിയും. സോ അതുകൊണ്ട് ആ രീതിയിൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിനെല്ലാം പറ്റി പഠനം നടത്തണം. ഇത് എങ്ങനെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഇതിന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ശാഖയിൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരിക്കുന്നത്: അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം ആൻഡ് ഡിറൈവ്ഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോജക്റ്റിലൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഈ നമ്മുടെ ഇവിടെ നിന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തു? തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള കുട്ടികളാണ് ഇപ്പോൾ ഒരുപാട് പേര്, ഏകദേശം 1300-1400ഓളം ISRO സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പാസ്സായ വിദ്യാർത്ഥികളാണ്. ഇത് 2007 നിലവിൽ വന്നതാണ്. ഇപ്പം വളരെ തിരുവനന്തപുരത്ത് വന്നതാണ്. പലർക്കും കേരളത്തിൽ ഇപ്പോഴും അങ്ങോളം ഇങ്ങോളം പല സ്ഥലത്തും പോകുമ്പോൾ സ്കൂളുകൾക്കൊന്നും ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതായിട്ട് അറിയില്ല. അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ 2007 നിലവിൽ വന്നു. ഇപ്പം ഇത് ഏകദേശം 19 വർഷത്തോളമായി. അതിൽ നിന്ന് പുറത്തു വന്ന ഏകദേശം 1400ഓളം സയൻറ്റിസ്റ്റ് അവിടെ പഠിച്ച കുട്ടികൾ ഇപ്പം ഈ പല പ്രോഗ്രാമിൻ്റെ ഹെഡിലാണ്. ഈ ചന്ദ്രയാൻ പോലുള്ള പ്രോഗ്രാമും ആദിത്യ L1 പ്രോഗ്രാമും ഏത് പ്രോഗ്രാം എടുത്താലും അതിലെ സൈസബിൾ നമ്പർ ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് ഇവിടെ പഠിച്ചിട്ടുള്ള യങ്സ്റ്റേഴ്സാണ്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. കൂടാതെ രണ്ടാമത്തെ കോൺട്രിബ്യൂഷൻ, സ്പേസിൻ്റെ പല പ്രോജക്ട്സുകളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ചേർന്നാണ് ചെയ്യാറുള്ളത്. പല ഡെവലപ്മെൻറ്റ്സും പലതും ചെയ്യുന്നത്. എല്ലാം എന്നല്ല, അതിലെ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ സ്മാൾ സാറ്റലൈറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 4 സാറ്റലൈറ്റുകൾ അവിടെ നിന്ന് ലോഞ്ച് റിയൽ ടൈം നമ്മുടെ സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്ത സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഒരു ട്രാക്കിംഗ് ഫെസിലിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സാറ്റലൈറ്റുകളും ചില പ്രൈവറ്റ് കമ്പനികളുടെ സാറ്റലൈറ്റ് നമ്മളിപ്പോൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഫാക്കൽറ്റി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ഈ റിസർച്ചിലും മറ്റ് പാർട്ടായിട്ട് മേജർ റിസർച്ചുകൾ നടത്തുന്നുണ്ട്. ഫോറിൻ കൺട്രീസുമായിട്ട് ചേർന്നും പല റിസർച്ചുകളും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഇപ്പോഴത്തെ അതിൻ്റെ ഒരു സ്പേസ് എക്കോണമിയുടെ ഒരു ഇത് നോക്കാമെങ്കിൽ ഒരു ഏകദേശം $8 ബില്യൺ അതിൻ്റെ വാല്യുവേഷൻ കണ്ടിരിക്കുന്നത്. 2033 അതൊരു ഏകദേശം $44 ബില്യൺ വളരാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അത് വെറും ഹൈപ്പാണോ, അത് നാട്ടുകാർക്ക് സാധാരണക്കാർക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത്? വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും ഒരു ഹൈപ്പല്ല. ഇപ്പം ലോകത്ത് തന്നെ സ്പേസ് പ്രോഗ്രാംസ് രാജ്യങ്ങൾ നോക്കിയാൽ സക്സസ്ഫുള്ളായിട്ട് കൂടുതൽ എക്സ്പെരിമെൻറ്റ്സും പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം നമുക്ക് ഫെയിലിയേഴ്സ് വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങളിപ്പം ചൈന ആയിക്കോട്ടെ, US ആയിക്കോട്ടെ, ഒരുപാട് ഫെയിലിയേഴ്സിലൂടെയൊക്കെ വന്നിട്ടാണ് തീർച്ചയായിട്ടും അവർ സക്സസ്ഫുൾ ആയത്. ഇപ്പോൾ ചന്ദ്രയാൻ്റെ കാര്യത്തിൽ തന്നെ എടുത്താൽ അറിയാം, ആദ്യത്തെ രാജ്യമാണ് സൗത്ത് പോളിൽ ചന്ദ്രയാൻ്റെ ലാൻഡർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ലാൻഡർ ലാൻഡ് ചെയ്യുന്നത്, സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്നത്. മംഗൾയാൻ്റെ പ്രവർത്തനം വളരെ ചീപ്പായിട്ട്, വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ടെക്നോളജിക്കൽ ബ്രില്യൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി സാധാരണക്കാരുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം എടുത്താലും, ഇപ്പോൾ സ്പേസിൻ്റെ ഇപ്പം ചോദിച്ചില്ലേ, $8.4 ബില്യൺ 2025 നമ്മുടെ സ്പേസ് എക്കോണമി ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ തന്നെ PwC മറ്റു പല കമ്പനികൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇൻസ്പേസ് എന്ന് പറഞ്ഞ ഏജൻസി, ഇസ്രോയുടെ തന്നെ ഇൻസ്പേസ് ഏജൻസി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഞാനും കൂടെ അതിനകത്ത് പാർട്ടായിട്ടുള്ള ഒരാളാണ്. സയൻറ്റിഫിക്കലി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതാണ് $44 ബില്യൺ എത്തിക്കുക ഏകദേശം 2033. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ 2% ആണ് വേൾഡിലെ സ്പേസ് എക്കോണമിയുടെ 2% മാത്രമാണ് ഈ 8.4 എന്ന് പറയുന്നത്. അതിനെ ഏകദേശം ഒരു 6 to 8% എത്തിക്കുക. ഇത് വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ടാർഗറ്റാണ്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, സ്പേസ് ഇത്രയും നാൾ ഏകദേശം 90കളിലെ 2000 വരെയുള്ള പീരീഡ്, 1969 തൊട്ട് 2000 വരെയുള്ള പീരീഡ് നോക്കിയാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡപ്പിൻ്റെ സ്റ്റേജുകളായിരുന്നു. നമ്മൾ ഉണ്ടാക്കുകയായിരുന്നു. പല രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി നമ്മുടെ കേപ്പബിലിറ്റീസ് സർക്കാരിൽ നിന്നുകൊണ്ട് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു കൂടുതൽ നടത്തിക്കൊണ്ടിരുന്നത്. ഗവൺമെൻറ് മാത്രമേ ഉള്ളായിരുന്നു, ഗവൺമെൻറ് മൊണോപ്പൊളിയാണ്. ഇപ്പോൾ 2023 സ്പേസ് പോളിസി വന്നപ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിനും കൂടെ ഓപ്പൺ ചെയ്തു. പക്ഷെ അതിന് മുൻപ് തന്നെ പ്രൈവറ്റ് പ്ലേയേഴ്സ്, സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ സ്ലോ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഏതൊരു കൺട്രീസിൻ്റെയും സ്പേസിൻ്റെ എക്സ്പാൻഷൻ നോക്കിയാൽ ഈ ഇനിഷ്യലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇക്കണോമി ജനറേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലാണ്, ഫൈനൽ സ്റ്റേജ്. അവിടെയാണ് കൂടുതലായിട്ട് പണം ജനറേറ്റ് ചെയ്യുന്നത്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. ആ സ്റ്റേജിലാണ് നമ്മൾ ഏകദേശം 2000-ലായപ്പോൾ നമ്മൾ അങ്ങോട്ട് കടന്നു. അതിനെ വളരെ വലിയ
ആക്സെൻറ്റുവേറ്റ് ചെയ്ത് വന്നതാണ് 2023 റവല്യൂഷണറി ആയിട്ടുള്ള സ്പേസ് പോളിസി കൊണ്ടുവന്ന് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ. അതുവരെ നമ്മൾ വളരെ പേടിയായിരുന്നു. കാരണം ഇത് രണ്ടും ഡിഫൻസും സ്പേസും ലിങ്ക്ഡ് ആയിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും സെക്യൂരിറ്റി ത്രെഡ് പെർസെപ്ഷൻസ് വളരെ കൂടുതലാണെന്നുള്ളത് കരുതി നമ്മൾ എന്ത് ചെയ്തു, അത് പ്രൈവറ്റിന് കൊടുക്കാതെ പബ്ലിക്. ഇപ്പം നമുക്ക് ലോഞ്ച് വർക്കുകൾ ഏതൊരു പ്രൈവറ്റ് പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ തന്നെ ലോഞ്ച് വർക്കുകൾ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കാൻ പോവുകയാണ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിനൊരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ടാവും. ഈ കൺട്രോളിങ് മെക്കാനിസം ഉണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു റെഗുലേറ്ററെ പോലെ നിൽക്കുന്നതാണ് ഇൻസ്പേസ് എന്ന് പറഞ്ഞ പുതിയ ഏജൻസി സ്പേസ് പോളിസിയിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഏതൊരു കമ്പനിക്ക്, ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന് ഒരു ഐഡിയ ഉണ്ട്, എനിക്കൊരു ലോഞ്ച് വർക്കുകൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഉണ്ടാക്കണം. ആകെ ചെയ്യേണ്ടത് ഇൻസ്പേസിനെ കോൺടാക്ട് ചെയ്യുക, അവർക്ക് രജിസ്റ്റർ ചെയ്യുക, അവർ നിങ്ങളുടെ കേപ്പബിലിറ്റി നോക്കും. കൂടാതെ അത് മാത്രമല്ല, അവർ നിങ്ങളുടെ ഇനിഷ്യലി സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ വേറെ ഫണ്ടിങ് ഏജൻസീസിനെ തരപ്പെടുത്തി തരും. അപ്പോൾ നിങ്ങളുടെ വർത്താണെന്ന് പ്രൂവ് ചെയ്താൽ തീർച്ചയായിട്ടും മറ്റ് ഇതുവരെ IT മേഖലയൊക്കെ ഡെവലപ്പ് ചെയ്തതുപോലെ തന്നെ സ്പേസിൽ ഇൻവെസ്റ്റ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കാണുന്നത് 400ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികളാണ് ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പല കമ്പനികളും ലോഞ്ച് വെഹിക്കിൾ കമ്പനികളാണ്, സാറ്റലൈറ്റ് കമ്പനികളുണ്ട്, ഡൗൺ സ്ട്രീം ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഡേറ്റ ഡെറിവേഷൻ കമ്പനികളുണ്ട്. ഈ കമ്പനികളെല്ലാം ഇത് കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ടാണ് ഇത്രയും കമ്പനികൾ. അതിന് മുമ്പ് ഒരു 4, 5, 8 കമ്പനികൾ മാത്രം ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ഒരു 3 വർഷം കൊണ്ട് 400ഓളം കമ്പനികൾ. അപ്പോൾ അത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇത് ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തിയിരിക്കുന്നത്. ഇതിങ്ങനെ എക്സ്പൊണൻഷ്യലായിട്ട് കൂടിക്കൊണ്ടിരുന്നാൽ 2033 ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും $44 ബില്യൺ ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇനി ഇത് മാത്രമല്ല, ഈ ഓരോ കമ്പനിയും നോക്കണം. ഓരോ കമ്പനിയിലും കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് 10 ബില്യൺ, 50 ബില്യൺ, 100 ബില്യൺ എന്നൊക്കെ പറഞ്ഞാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. മില്യൺസും ബില്യൺസും ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. നേരത്തെ ഇതൊക്കെ അപ്രാപ്യമായിരുന്നു. ഇപ്പോൾ ഇവർക്കൊന്നും, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇവർക്കൊന്നും തനിയെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ഇസ്രോയുടെ സപ്പോർട്ട് വേണം. ആ ഇസ്രോയുടെ സപ്പോർട്ട് കൊടുക്കാനാണ് ഇൻസ്പേസ് പോലുള്ള ഏജൻസി ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് അപ്രോച്ച് ചെയ്താൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രോയുടെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാനും അതിന് ഇസ്രോ സയൻറ്റിസ്റ്റിന് ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് കൊടുക്കാനും അതെല്ലാം ആയിട്ടാണ് ഈ റെഗുലേറ്റർ ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ മുന്നേറിയാൽ ഗവൺമെൻറ് തന്നെ പറയുന്നത് തീർച്ചയായിട്ടും 2033 44 ബില്യനോ അല്ലെങ്കിൽ അതിനപ്പുറമോ എത്തിക്കാനായിട്ട് പറ്റും. കാരണം അത്രയും പൊട്ടൻഷ്യലുള്ള ഒരു സെക്ടറാണ് ഇന്ത്യയിൽ സ്പേസ് സെക്ടർ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് സ്പേസ് ഇക്കോണമിയുടെ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഇതൊരു പ്രോപ്പർ ഒരു ഗ്രോത്ത് പ്ലാനിന്റെ ഭാഗമായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആ ഗ്രോത്ത് പ്ലാൻ എന്ന് പറഞ്ഞാൽ 3 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, സ്പേസ് ഫോർ എർത്ത്. എർത്തിലേക്ക് വേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യും, ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള സംഗതികളിലുള്ള ഡെവലപ്മെൻറ്റ്സ് വരിക. അടുത്തതെന്ന് പറയുന്നത് സ്പേസ് ആക്സസ് ടു സ്പേസ് എന്ന് പറയും. അതായത് സ്പേസിലേക്ക് പോകാനുള്ള മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ അതിൻ്റെ വെഹിക്കിൾസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾസ് സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുക, അതിൻ്റെ ട്രാക്കിംഗ്, ടെലിമെട്രി, അല്ല അതിൻ്റെ ഇൻഡസ്ട്രീസ്. വേറൊന്നെന്ന് പറയുന്നത് ഫ്രം സ്പേസ് ടു സ്പേസ്, സ്പേസിൽ നിന്ന് സ്പേസിലേക്ക്. അതായത് സ്പേസിലെ റിസോഴ്സസ് ഉപയോഗിച്ച് സ്പേസിൽ, അത് ഇന്ത്യയിൽ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ഇപ്പം മൂണിലേക്ക് പോയി മൂണിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അവിടുത്തെ റിസോഴ്സസ് കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലതാണ്. ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. റെയർ മെറ്റൽസ്, മിനറൽസ് ഒക്കെ അവൈലബിൾ ആണ് ഔട്ടർ പ്ലാനറ്റ്സിൽ. അപ്പോൾ ഇതൊക്കെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇക്കണോമിക്സ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. പക്ഷേ അത് ട്രഡീഷണൽ ആയിട്ടുള്ള എക്കണോമിക്സ് മെത്തേഡിലൂടെ അല്ല പഠിക്കേണ്ടത്, അല്ലാതെയുള്ള മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കാരണം റിസ്ക്കും അൺസർട്ടനിറ്റിയും ഒക്കെ കൂടുതലായിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടെ നമ്മുടെ ലാൻഡിൽ പ്രൈസ് ചെയ്യുന്നത് പോലെ പ്രൈസിങ് പറ്റത്തില്ല. അപ്പോൾ പ്രൈസിങ് എങ്ങനെയായിരിക്കണം, ആ പ്രോഡക്ട്സിൻ്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഓപ്റ്റിമൈസേഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇമ്പാക്ട്സ് എങ്ങനെയായിരിക്കണം, ഇതിനെപ്പറ്റിയൊക്കെ വളരെ വലിയ പഠനങ്ങൾ നടത്തേണ്ടതാണ്. യുവതലമുറ ഇത് ഏറ്റെടുത്ത് നടത്തേണ്ടതാണ്. അത് അങ്ങനെയാണ് നമുക്ക് ഇതിന്റെ എക്സ്പാൻഷനിലേക്ക് പോകുന്നത്. ഇതിപ്പം മൂണിൽ ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, മൂണിൽ ലോഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂണിൽ ഗ്രാവിറ്റി എർത്തിനേക്കാളും അല്ലെങ്കിൽ ഭൂമിയെക്കാളും വളരെ കുറവാണ്. 1/6 മാത്രമേ ഉള്ളൂ അവിടുത്തെ ഗ്രാവിറ്റി ഇവിടുത്തെക്കാലം. ഇപ്പോൾ ഈ ഗ്രാവിറ്റി ഭേദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇത് താഴോട്ട് വലിക്കുന്നതാണ് നമ്മുടെ ഈ റോക്കറ്റ് ബോളിലോട്ട് പോകുന്നതിൽ ഈ ത്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഈ ത്രസ്റ്റ് കൊടുക്കണമെങ്കിൽ ഫ്യൂവൽ, അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ കൂടുതൽ ഫ്യൂവൽ, ഈ സാറ്റലൈറ്റിൻ്റെ വലിപ്പം അനുസരിച്ച്, ഇപ്പോൾ സാറ്റലൈറ്റ് വലിപ്പം കുറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഹ്യൂമൻ മിഷനൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ സാറ്റലൈറ്റ് ഉണ്ടായാലേ പറ്റും. അതിനകത്ത് ഇരിക്കണ ആൾ 2-3 പേരൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ അതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലോഞ്ച് വർക്കുകളും ഈ ഗ്രാവിറ്റേഷൻ ഭേദിച്ച് വെളിയിലേക്ക് പോകുക എന്നുള്ളത് വളരെ വലിയൊരു ചലഞ്ചാണ്.
ഇനി ഇതിനെ നമ്മൾ മൂണിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിൽ വളരെ ദൂരത്തിലേക്ക് നമുക്ക്, പ്രത്യേകിച്ച് മാർസ് പോലുള്ള സ്ഥലത്ത് ഇവിടുന്ന് ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പോൾ അവിടുത്തെ അടുത്ത ചലഞ്ച് എങ്ങനെ അവിടുന്ന് ലോഞ്ച് ചെയ്യും? അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തിലുള്ള പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത്, അതും എക്കണോമിക്സ് ആണ്. കാരണം അവിടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഐസ് അവിടെ അവൈലബിൾ ആണെന്ന് കണ്ടുപിടിച്ചു, ഇന്ത്യ തന്നെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഐസിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആയാൽ ഇത് തന്നെയാണ് ഫ്യൂവൽ എന്ന് പറയുന്നത്. ഈ ഫ്യൂവൽ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് ബാക്കിയുള്ള മെറ്റീരിയൽസ്, വേണ്ടുന്ന കുറേ മെറ്റീരിയൽസ് പലപ്പോഴായിട്ട് അവിടെ എത്തിച്ചാൽ അവിടുന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റിയാൽ വളരെ കോസ്റ്റ് സേവിങ് ആയിരിക്കും. ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ എത്രയോ ശതമാനം കുറവ് മതിയാവും അവിടുന്ന് ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ റിസോഴ്സ് സേവിങ് ആണ്, പണം സേവിങ് ആണ് രാജ്യത്തെ സംബന്ധിച്ചോളം. അപ്പോൾ ആൾക്കാർ പറയും എന്തിനാണ് നമ്മൾ മൂൺ മിഷൻ നടത്തുന്നത്, എന്തിനാണ് മറ്റും. ഇത് നമ്മുടെ രാജ്യത്തിന് പണം സേവ് ചെയ്യാനും നമ്മുടെ റിസോഴ്സസ് മറ്റ് പ്ലാനറ്റിലേക്ക് ഉള്ളെങ്കിൽ അത് കൊണ്ടുവരാനും ഒരു എക്സാമ്പിളാണ് ഹീലിയം 3 എന്ന് പറഞ്ഞ റിസോഴ്സ് ഉള്ളത്. ഹീലിയം 3 അബൻഡൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ് മാർസ് മൂൺ എന്ന് പറയുന്നത്. ഈ മൂണിൽ നിന്ന് ഈ ഹീലിയം 3 കൊണ്ടുവന്നാൽ ന്യൂക്ലിയർ ഫ്യൂഷൻ ടെക്നോളജി വളരെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല, അത് എക്സ്പെരിമെൻ്റൽ സ്റ്റേജിൽ മാത്രമാണ്. അങ്ങനെ ഒരു ഡെവലപ്ഡ് ടെക്നോളജി ഇനി അടുത്ത് തന്നെ സയൻറ്റിസ്റ്റ് പറയുന്നത് 2040 കൂടിയ ടെക്നോളജി വരുമെന്നാണ്. ആ സമയത്തോടു കൂടി നമുക്ക് സ്പേസ് ഷട്ടിലിൽ ഹീലിയം 3 അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഇതുപയോഗിച്ച് പവർ ജനറേഷനും എനർജി ജനറേഷനും ഒക്കെ ഇലക്ട്രിസിറ്റി ജനറേഷനും ഒക്കെ വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഫ്യൂച്ചറിൽ റിസോഴ്സസിനെ പറ്റിയാണ് അന്വേഷിക്കുന്നത്. കൂടാതെ ഫ്യൂച്ചറിൽ ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലത്തിനെ പറ്റി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ എങ്ങനെ താമസിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ടൂറിസം അതെങ്ങനെ പോകാൻ പറ്റും, അവിടെ എങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, അവിടെ എങ്ങനെ ആൾക്കാർ താമസിക്കാൻ പറ്റും. ഇതെല്ലാം ഇന്ത്യ പോലെയുള്ള ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ, മറ്റ് രാജ്യങ്ങൾക്ക് അത്രയും വലിയ എക്കണോമിക് പവർ ഇല്ലെങ്കിലും പക്ഷെ നമ്മൾ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ലോകത്തിൽ. അപ്പം നമ്മളുടെ ഉത്തരവാദിത്വമാണ് ഇത് ചെയ്യേണ്ടത്. കൂടാതെ നമുക്കൊരു ചലഞ്ചും കൂടിയുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 18%, വേൾഡിലെ 18%-ഓളം ജനസംഖ്യയും വെറും ചെറിയ ലാൻഡായ, അതായത് 2.4% ഏരിയ മാത്രമാണ് നമ്മുടെ ലാൻഡ് ഏരിയ, അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ജനസാന്ദ്രത വളരെ കൂടിയ ഈ രാജ്യത്ത് ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആവാനായിട്ട് ആസ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസോഴ്സസ് ആവശ്യമാണ്. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യണം. ഇവിടുന്ന് മാത്രമുള്ള റിസോഴ്സ് കൊണ്ട് ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിലെ പട്ടിണി അകറ്റാനും നമ്മുടെ രാജ്യത്ത് ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇക്വാളിറ്റി കൊണ്ടുവരാനും പല സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാനും അതുപോലെ റിസോഴ്സസ് കണ്ടെത്താനും, ഇപ്പോൾ ടെലിമെഡിസിൻ പോലെയുള്ള സർവീസസ് കൊടുക്കാനും അല്ലെങ്കിൽ ടെലി എഡ്യൂക്കേഷൻ പോലെ എല്ലാ ന്യൂക്ക് ആൻഡ് കോർണറിലും എഡ്യൂക്കേഷൻ കൊടുക്കാനും ഒക്കെയാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു രാജ്യമായിട്ട് കോമ്പറ്റീഷൻ ഇല്ല. നമ്മൾ ആദ്യമേ തൊട്ട് ഇന്ത്യയുടെ സ്പേസിൻ്റെ ഫാദറായ വിക്രം സാരാഭായുടെ വിഷൻ തന്നെ പറയുന്നത് സാധാരണ ജനങ്ങളുടെ ലൈഫ് മാറ്റുന്നതിനും സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനുമാണ് നമ്മൾ സ്പേസിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഇപ്പോഴും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു രാജ്യമായിട്ട് കോമ്പീറ്റ് ചെയ്യാനല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ രാജ്യം ചെയ്യുന്നത് നമ്മൾ എല്ലാവർക്കും ഈക്വലായിട്ട് നമുക്ക് എല്ലാവർക്കും എല്ലാ ജനങ്ങളിലേക്ക് ഇതിൻ്റെ ടെക്നോളജി എത്തിക്കുക എന്നുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ യുവാക്കളുടെ പങ്കും. ഈ ടെക്നോളജിയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ എംപ്ലോയ്മെൻറ്റ് ജനറേഷനും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും വിഷൻ ചെയ്യുക. അത് ചെയ്തതിന് ശേഷം അതിനെ ഇൻസ്പേസ് പോലുള്ള ഏജൻസി സപ്പോർട്ട് ചെയ്യും. അത് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തി കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗം ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് 80s മുതൽ ഹ്യൂജ് ഡേറ്റ അവൈലബിൾ ആണ്, സാറ്റലൈറ്റിൻ്റെ റിമോട്ട് സെൻസിങ് ഡേറ്റ. ഈ ഡേറ്റ അടുത്ത കാലത്താണ് വെതർ പോലും നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് പല കമ്പനികളും വന്നതുകൊണ്ടാണ്. അതുപോലെ ഹ്യൂജ് മറ്റ് ഡേറ്റകൾ അവൈലബിൾ ആണ്. ഏരിയയുടെ ഡേറ്റ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഓരോ മീറ്റർ അല്ലെങ്കിൽ 5 മീറ്റർ 1 മീറ്റർ റെസൊല്യൂഷനിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള ഡേറ്റാ ബേസ് അവൈലബിൾ ആണ്. ഇതെടുക്കുക, ഇത് ഉപയോഗിക്കുക, ഇതിനെ പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഐഡിയ കൊണ്ടുവരിക, അത് ആൾക്കാരുടെ കയ്യിലൊക്കെ എത്തിക്കുക, അത് ഇൻകം ജനറേറ്റ് ചെയ്യുക, എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക. ഇതാണ് വിഷൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഹ്യൂജായിട്ട് നാഷണൽ GDPയുടെ തന്നെ വലിയൊരു ശതമാനം ഈ നമ്മൾ നേരത്തെ ഈ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ICT ടെക്നോളജികൾ കോൺട്രിബ്യൂട്ട് ചെയ്തതുപോലെ തന്നെ സ്പേസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. 95 ഇന്റർനെറ്റ് വിപ്ലവം നടന്നപ്പോൾ തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രി റവല്യൂഷൻ, ഈ 95 ഇൻഡസ്ട്രി റവല്യൂഷൻ, ഇൻ്റർനെറ്റ് അതിന് മുമ്പേ കണ്ടുപിടിച്ചു, ഈ കമ്പ്യൂട്ടറും വന്നു. പക്ഷേ അത് ഇൻഡസ്ട്രിയൽ യൂസിനും കൂടുതലായിട്ട് ആൾക്കാരിൽ എത്താൻ വേണ്ടി ഒരു 10-20 വർഷത്തോളം എടുത്തു. ഇപ്പോഴത്തെ വേഗതയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ നമ്മുടെ യുവാക്കൾ, നമ്മുടെ ജനത, നമുക്ക് ഇത്രയും, അതായത് 60% ഇന്ത്യയുടെ ജനസംഖ്യയും 35 വയസ്സിൽ താഴെയുള്ളവരാണ്. 60%. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ അധിവസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ചെറുപ്പക്കാരാണ്. അപ്പോൾ അവർ സ്കിൽ സെറ്റ് മാറണം, അവരെ റിസോഴ്സസായി കൺവേർട്ട് ചെയ്യണം. അതിന് കമ്പനീസ് മുന്നോട്ട് വന്ന് ഈ
ചെറുപ്പക്കാരെ നല്ല റിസോഴ്സസ് ആക്കി മാറ്റി ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വിന്യസിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇന്ത്യ അടുത്ത് തന്നെ മൂന്നാമത്തെ വലിയ രാജ്യമാവാനുള്ള വളരെ വലിയ പൊട്ടൻഷ്യലുണ്ട്. രണ്ടാമത്തെ വലിയ രാജ്യമാവാനുള്ള പൊട്ടൻഷ്യൽ ഒരു 60-70 വർഷത്തിനകം രണ്ടാമത്തെ വലിയ രാജ്യമാവാനുള്ള പൊട്ടൻഷ്യലുള്ള രാജ്യമാണ്. ആ പേസിലാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി, ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്, ഓരോ സിറ്റിസൻ്റെ ഉത്തരവാദിത്വമാണ് അത് മനസ്സിലാക്കി ഏത് ഏരിയയിലാണെന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ അത് രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് തുല്യമാവും. ഇതിനെപ്പറ്റി ഒരു എക്സ്പോഷർ ഇല്ല, ഇതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ സാർ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാകും. ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഇവർക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? ഗവൺമെന്റ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ടോ, ഒരു അവയർനെസ് ക്യാമ്പയിൻ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും സ്പേസ് അവയർനെസ് ക്യാമ്പയിൻസ് ഉണ്ട്. സ്പേസിൻ്റെ ഉപയോഗങ്ങൾ ബിസിനസ് മോഡൽസ് ആക്കി മാറ്റാനായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കണം, അതിന് ജിയോ സ്പേഷ്യൽ ഡേറ്റ എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റിമോട്ട് സെൻസിങ് ഡേറ്റിനെ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം, അതിനെ എവിടെ നിന്ന് ആക്സസ് ചെയ്യാം, ഇതിനെ പറ്റിയൊക്കെ ഇസ്രോ തന്നെ ഇപ്പോൾ NRSC പോലുള്ള സെൻറ്റർ, നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ പോലുള്ള സെൻറ്റർ വഴി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പല സമയത്ത് ഇതിന് ട്രെയിനിങ്ങിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ആർക്ക് വേണോ അപ്ലൈ ചെയ്തിട്ട് അവിടെ പോയി ചെറിയ ഫീസ് ഉണ്ടാവും, അതും വളരെ ചെറിയ നോമിനൽ ഫീസിൽ അവിടെ പഠിക്കാം. കൂടാതെ തന്നെ ഇസ്രോയുടെ സഹായത്തോടു കൂടി പല IIT-കളിലും IIST പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെ പല കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. ഇതിനെപ്പറ്റി ടെക്നോളജിയെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും സ്പേസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഓടി വരുന്നത് ഇതെല്ലാം സയൻറ്റിസ്റ്റിനും എഞ്ചിനീയേഴ്സിനും ഉള്ളത് മാത്രമാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ സയൻറ്റിസ്റ്റിനും എഞ്ചിനീയേഴ്സിനും മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഒരു ഉദാഹരണം, മെഡിസിൻ അല്ലെങ്കിൽ ടെലി സർജറിയുടെ സമയമാണ് ഇപ്പോഴും. സാറ്റലൈറ്റ് വഴി ലിങ്ക് ചെയ്തിട്ട് ഇപ്പോൾ US-ലോ മറ്റ് രാജ്യത്തോ നിന്ന് ഡോക്ടേഴ്സ് കേരളത്തിലോ ഇന്ത്യയിലോ സർജറി ചെയ്യാണ് റോബോട്ടിക് ആം ഉപയോഗിച്ച്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഇത്രയും സപ്ലൈ ചെയിൻ വരുമ്പം ഇവിടെയെല്ലാം പല ടെക്നോളജീസ് ആവശ്യമുണ്ട്, ഇവിടെയെല്ലാം പല ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവശ്യമുണ്ട്, സപ്പോർട്ടിങ് സിസ്റ്റംസ് ആവശ്യമുണ്ട്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആൾക്കാർ ഇറങ്ങിയാലേ അത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഇതുപോലെ തന്നെ ടെലി എഡ്യൂക്കേഷൻ നമ്മൾ ഇൻ്റർനെറ്റ് ബേസ്ഡും ഉണ്ട്. പക്ഷേ ഇൻ്റർനെറ്റ് ബേസ്ഡിനേക്കാളും സ്പേസ് ബേസ്ഡ് ആകുമ്പം ലേറ്റൻസി കുറവായിരിക്കും. വളരെ പെട്ടെന്ന് സീംലെസ് ആയിട്ട് എന്ത് തടസ്സങ്ങൾ ഉണ്ടായാലും, ഇനി എത്ര നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാലും സ്പേസ് കണക്ഷൻസ് വിട്ടുപോയില്ല. ഇപ്പോൾ പറഞ്ഞില്ലേ ഇന്റർനെറ്റും സ്പേസ് കണക്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്തല്ലേ? ഇന്റർനെറ്റ് കൂടുതലായിട്ട് ടെറസ്ട്രിയൽ കേബിളും ഫൈബർ ഓപ്റ്റിക്സ് നെറ്റ്വർക്ക് ഉപയോഗത്തിലാണ് പോയിക്കൊള്ളുന്നത്. സ്പേസ് ബേസ്ഡ് ആയിട്ടില്ല, കുറേയൊക്കെ ഇപ്പോൾ ആകാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഈ ലോ എർത്ത് ഓർബിറ്റിന്റെ റെവല്യൂഷൻ വരുമ്പോഴേക്കും ഇത് സ്പേസിലേക്ക് മാറും, സ്റ്റാർലിങ്ക് പോലെ. പക്ഷേ അത് ആയിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മൾ സ്പേസിലാണെങ്കിൽ, ഇപ്പം ഈ ലോ എർത്ത് ഓർബിറ്റിലാണെങ്കിൽ വളരെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, വളരെ ചുരുങ്ങിയെന്ന് വെച്ചാൽ നമുക്ക് അൺബിലീവബിളി ചുരുങ്ങിയ സമയം കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടന്നിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻസ് എല്ലാം കൂടുതലും VSAT നെറ്റ്വർക്കുകൾ വഴി കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങോട്ട് എൻട്രി ചെയ്ത് ഓക്കെ പറഞ്ഞുകൊണ്ടേ മെസ്സേജ് വന്നു കഴിയും. കാരണം ഇത് അപ്പോഴേ ഇൻ്റർനെറ്റ് ആണെങ്കിൽ ഇത്രയും പെട്ടെന്ന് കിട്ടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക. ഇത് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സ്പേസ് എന്ന് പറയുന്നത്, സ്പേസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് സ്പേസ് ടെക്നോളജിയിൽ മാത്രമുള്ളത്. അതാണ് പലർക്കും മനസ്സിലാകാത്തത്. ഇത് മറ്റ് മേഖലകൾ, ഇപ്പോൾ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വ്യാവസായിക മേഖലയിൽ, അതിൽ തന്നെ സർവീസസ് മേഖലകളിൽ, ഇതെല്ലാം ഏതൊരു സെക്ടർ എടുത്ത് നോക്കൂ, നമ്മളിവിടെ ഇരിക്കുമ്പോൾ എന്ത് കാര്യം എടുത്ത് നോക്കൂ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെല്ലാം നമ്മുടെ കേബിൾ ടെലിവിഷൻ കാണുന്നതായാലും, അത് കേബിളിലൂടെ വരുന്നതെങ്കിലും ആദ്യം റിസീവ് ചെയ്യുന്ന സാറ്റലൈറ്റ്, അതിൽ എഴുതി കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ ഏത് സാറ്റലൈറ്റ് ആണെന്ന് എല്ലാ ചാനലിലും എഴുതി കാണിക്കാറുണ്ട്. അപ്പോൾ സാറ്റലൈറ്റിൽ നിന്നാണ് റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആ ഇൻഫർമേഷൻസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന, ഈ ചോദിച്ച ചോദ്യം തൗഫീഖ് ചോദിച്ചതുപോലെ, ഇത് എവിടുന്നാണ്? അപ്പോൾ അതിൻ്റെ കോഴ്സ് പഠിക്കണം, ബിസിനസ് മോഡൽസ് ആക്കണം, ബിസിനസ് അറിയാവുന്നവർ. ഇപ്പോൾ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കെല്ലാം ഇപ്പം രാമൻ റിസർച്ച് പാർക്ക് പോലുള്ള പാർക്കുണ്ട് IIT ചെന്നൈയുടെ, അല്ലെങ്കിൽ IIM അഹമ്മദാബാദിൻ്റെ റിസർച്ച് പാർക്കുണ്ട്. ഇവിടെയൊക്കെ എന്ത് ചെയ്യും, കമ്പനീസിന് പോയാൽ അവർ തന്നെ ട്രെയിൻ ചെയ്യും. നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇനിഷ്യൽ ഐഡിയ ഇല്ലെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റിയെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്പേസിനെ കോൺടാക്ട് ചെയ്യാം. അവർ റൺ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്, ഇപ്പോൾ ഓൺലൈൻ കോഴ്സസ് തുടങ്ങിയിട്ടുണ്ട് പല സ്ഥാപനം. ഇത് വ്യാപകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ് ഇത് പഠിക്കും? അല്ല, ഞാൻ ഒരിക്കലും ഈ ബേസിക് ക്വാളിഫിക്കേഷനിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. കാരണം പലപ്പോഴും ഈ ബേസിക് ഡിഗ്രി എന്ന് പറയുന്നത് ഒരു എൻട്രി പോയിന്റ് ആയിട്ട് കണക്കാക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് വേണ്ടുന്നത് നമ്മുടെ ആ മോട്ടിവേഷൻ ആൻഡ് അർജ്,
അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, ആ ടെക്നോളജി മനസ്സിലാക്കാൻ പറ്റണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ, സാധാരണ എക്കണോമിക്സ് പഠിക്കുന്ന ആരും തന്നെ ടെക്നോളജിയിൽ ഇൻട്രസ്റ്റഡ് ആവില്ല. അവർ സ്പേസിനെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കില്ല, അത് അവർക്ക് ഓർബിറ്റ് എന്താണെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അത് ശ്രമിക്കത്തില്ല. അങ്ങനെ ഈ ലോകം എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി അല്ലെങ്കിൽ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചിൻ്റെ ലോകമാണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ബിസിനസ് മോഡലെന്നും മറ്റും മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബിസിനസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള മനസ്സിലാക്കിയാൽ ഈ ഒരു കണക്ഷനാണ് വേണ്ടുന്നത്. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇപ്പം ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പറയുന്നത് തന്നെ അതാണ്. എലക്റ്റീവ്സ് എല്ലാം വരുന്നത് അതിന് വേണ്ടിയാണ്. നമുക്ക് ഇഷ്ടമുള്ള എലക്റ്റീവ്സ് എടുക്കുക, ഇതുപോലുള്ള കണക്ഷൻസ് പഠിക്കുക. ഒരാളിപ്പോൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മൃദംഗത്തിൽ താല്പര്യമുണ്ടെങ്കിൽ അയാൾക്ക് അവിടെ വെച്ച് ഒരു കോഴ്സ് മൃദംഗം പഠിക്കാൻ പറ്റും, അത് അക്സെപ്റ്റഡ് ആണ്. അല്ലെങ്കിൽ അയാൾക്ക് എന്താണ് മറ്റേതെങ്കിലും ഒരു കോഴ്സിനെ പറ്റി എന്താണ് ഒരു ലാംഗ്വേജ് പഠിക്കണം, ഫ്രഞ്ച് പഠിക്കണം തോന്നുന്നു, അത് അപ്പം തന്നെ പഠിക്കാം, ആ ഏജിൽ തന്നെ പഠിക്കാൻ പറ്റും. അങ്ങനെ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളപ്പം ഇനി കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ ഇൻഫർമേഷൻസ് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് സ്പേസിലും സംഭവിക്കുന്നത്. ഈ സ്റ്റാർട്ടപ്പുകൾ വന്നു, അവിടെ എല്ലാം ഒരുപാട് പേര് ജോലി ചെയ്യുന്നു. വളരെ പ്രൗഡ് എന്ന് പറയുന്നതും IIST പോലെയുള്ള ഈ സ്ഥാപനത്തിൽ നിന്ന് വളരെ വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടുന്ന് ISROയിൽ പോകാത്തവർ ഈ സ്റ്റാർട്ടപ്പുകൾ ഏകദേശം എല്ലാ സ്റ്റാർട്ടപ്പുകളിലും IISTയിൽ അലുമിനിയുണ്ട്. ഇപ്പോൾ ഈ ഒരൊറ്റ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് സ്പേസ് ടെക്നോളജിയിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നുള്ളൂ, സ്പേസ് റിസർച്ച് തന്നെ. പിന്നെ IITകളിലൊക്കെ എയറോസ്പേസ് അങ്ങനെയുള്ള സംഗതികളുണ്ടെങ്കിലും ബാക്കി എല്ലാ തരത്തിലുള്ളത് ഇവിടുന്നാണ്. അപ്പം മറ്റു പല സ്ഥാപനങ്ങളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഇപ്പോൾ സ്പേസ് ടെക്നോളജി കോഴ്സസ് തുടങ്ങുന്നുണ്ട്, അതിൻ്റെ സ്കിൽ ട്രെയിനിങ് നടത്തുന്നുണ്ട്. അപ്പോൾ സ്കിൽ സെറ്റ് നമ്മൾ മാറ്റിയെടുക്കണം. വെറും ഒരു ഡിഗ്രി, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് ഒരുപാട് പേർക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന ബിസിനസ് അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ലേൺ ചെയ്യുകയും അൺലേൺ ചെയ്യുകയും ചെയ്യണം. ആ സ്കിൽ സെറ്റ് നമ്മൾ മാറ്റിയെടുത്ത് അതിനോട്ട് കണക്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ഇപ്പം ഇനി അതിന് മറ്റൊരു ഏരിയയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മെഷീൻ ലേണിങ്ങും ഡേറ്റ അനലിറ്റിക്സും ഒക്കെ കൊടുക്കുന്നത്. ഇതിൻ്റെ വേറൊരു ഡയമെൻഷനാണ്. അപ്പോൾ നേരത്തെ ഇപ്പോൾ നോക്കിയാൽ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ് ഡ്രിവൺ ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഡ്രിവൺ എന്ന് പറയും. കാരണം നേരത്തെ ഉള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പഠിക്കുന്നു, അതിന് മാറുന്നില്ല, അഗ്രികൾച്ചർ ചെയ്തുകൊണ്ട്. ഇപ്പം അങ്ങനെയല്ല, ഡേറ്റ ഡ്രിവൺ ആയി. പല കമ്പനികളും സപ്പോർട്ട് ചെയ്യാനുണ്ട്, പ്രൊഡക്ടിവിറ്റി കൂടി. ഇതിൽ AIML കൂടി വരുമ്പോൾ എന്താണ്, എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അത് തീരുമാനിച്ച് തരികയാണ്. അപ്പോൾ ആ പ്രദേശത്തിനനുസരിച്ച് എന്ത് കൃഷി നടത്തണം, എങ്ങനെയാണ് ഉൽപ്പാദനം കൂട്ടാൻ പറ്റുന്നത്, ഓരോ പെർ ഇഞ്ചിലും എത്രത്തോളം ഉൽപ്പാദനക്ഷമത കൂട്ടാൻ പറ്റും, അതിനെ എങ്ങനെ മോണിറ്റർ ചെയ്യാൻ പറ്റും, കാലാവസ്ഥ എങ്ങനെ അനുകൂലമാക്കാൻ പറ്റും. നമ്മൾ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊക്കെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ആ ക്ലൈമറ്റ് ചേഞ്ചിനെ നമുക്കനുസരിച്ചുള്ള രീതിയിൽ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്ന് പറയും. ആ ചേഞ്ചിനനുസരിച്ച് അഗ്രികൾച്ചറിനെ എങ്ങനെ മാറ്റാം, അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിക്കണം. സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് ക്ലൈമറ്റ് സ്മാർട്ട് ആകുക. ക്ലൈമറ്റ് സ്മാർട്ട് ആകുന്നതിന് കർഷകൻ മാറണം, കർഷകൻ്റെ സ്കിൽ സെറ്റ് മാറണം. അതിനനുസരിച്ച് ക്ലൈമറ്റ് സ്മാർട്ടായിട്ട് മാറിയാൽ തീർച്ചയായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ച് വേൾഡിൽ നമുക്ക് ഒരുപാട് ഉൽപ്പാദനക്ഷമതയും ഉൽപ്പാദനവും കൂട്ടാനും കർഷകൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും പറ്റും. ഇപ്പം ഇനി ഇതിൻ്റെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ഒരുപാട് വളർച്ച വരും. ലൈക്ക് സാർ ഈ ഫീൽഡിൽ നിൽക്കുമ്പം വാട്ട് ഡു യു സീ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ? അതിൽ ഏറ്റവും കൂടുതൽ സാറിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന സാധനം ഒരു ഏറ്റവും പുതിയ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വളർച്ച ഏത് രീതിയിൽ പോകാം? ഞാൻ ഏറ്റവും കൂടുതൽ മുൻകൂട്ടി കാണുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം ടോട്ടൽ ആൾക്കാരുടെ ജോലിയിലും അല്ലെങ്കിൽ നാഷണൽ ഇൻകം ജനറേഷനിലും അല്ലെങ്കിൽ ഏത് ആക്ടിവിറ്റിയിലും സ്പേസ് അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജി ഉണ്ടാക്കുന്ന കോൺട്രിബ്യൂഷൻ ഇത് ഹ്യൂമങ്കസ് ആണ്. എനിക്കിപ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ഞാൻ ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, ഇതിൽ കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ വലിയ പൊട്ടൻഷ്യലാണ് ഇതിലുള്ളത്. കാരണം ഇത് പലർക്കും വിശ്വാസമില്ല. ഇപ്പോൾ കുട്ടികൾ തന്നെ പലപ്പോഴും പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ തന്നെ ചെറുതിലെ തന്നെ +2 ആകുമ്പോഴേ കുട്ടികളെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യുക. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ്, എന്നിട്ട് ഇതിലെ റാങ്ക് അല്ലെ A++ ഹ്യൂമാനിറ്റീസിൽ എത്തില്ല, A++ ഇത്. ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ അവൻ എന്ത് ചെയ്യാം, ചിലപ്പോൾ സയൻസ് എടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തതായിരിക്കും. അതിൻ്റെ അർത്ഥം ഹ്യൂമാനിറ്റീസ് എടുത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു മലയാളം ലാംഗ്വേജ് പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും സ്പേസിനെ പറ്റിയോ സയൻസിനെ പറ്റിയോ ബയോടെക്നോളജിയെ പറ്റിയോ ഇതൊന്നും അറിഞ്ഞുകൂടാ, അല്ലെ അറിയരുത്. അവൻ്റെ മനസ്സിനെ എങ്ങനെയോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്, നിങ്ങൾ പഠിക്കേണ്ടത് ഇത് മാത്രമാണ്, ഇത് മറ്റതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഒരുപക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളും പലപ്പോഴും എങ്ങും എത്തപ്പെടാത്ത ആൾക്കാർ സംസാരിക്കാൻ മനസ്സിലാവുന്നത് അവർക്കൊക്കെ പലതിനെപ്പറ്റിയും വലിയ ഐഡിയകളും ആശയങ്ങളും ആരും അതിനെ പരിപോഷിക്കാനില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നത്.
അപ്പോൾ അത്തരത്തിൽ നമ്മൾ അവരെ എൻകറേജ് ചെയ്താൽ ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാൻ പോവാണ്. ഇന്ത്യയാണ് ഒരു ലീഡിങ് റോൾ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു കാരണം ഇത്ര യങ്സ്റ്റേഴ്സ് നമുക്കുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിന് നമുക്ക് 2080 2090 പിടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഏത് രാജ്യത്തും ഉണ്ടായിരുന്ന പോലെ യങ്സ്റ്റേഴ്സിൻ്റെ അളവ് കുറഞ്ഞു വരും. പോപ്പുലേഷൻ ഏജിങ് ആവും. ഡെവലപ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് ചിൽഡ്രൻ കുറയും. അങ്ങനെ എന്ത് ചെയ്യും, ഏജിങ്ങിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ സംഭവിക്കുന്ന എന്താണ്. കേരളത്തിൻ്റെ സ്ഥിതി പോലെ ഇന്ത്യയിൽ വരും. ഇപ്പോൾ കേരളത്തിൽ ഒരു 25% ആയി കഴിഞ്ഞു 60 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർ. ഇന്ത്യയിൽ അത് താഴോട്ടാണ്, ഒരു 10% താഴെ ഉള്ളൂ. ഇനി കേരളത്തിൽ എന്താണ്, ഒരു 20 വർഷം കഴിയുമ്പം ഇതൊരു 50%-ലേക്കൊക്കെ പോകും. ഇന്ത്യയിൽ ഒരു 80 വർഷം 70 വർഷം 80 വർഷം ആകുമ്പം ഇതൊരു 50% എത്തുമ്പം നമ്മുടെ യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരും. അതിനു മുമ്പ് ടാപ്പ് ചെയ്യണം പൊട്ടൻഷ്യൽ ആയിട്ടുള്ളത്. ഇവർ നല്ല എഡ്യൂക്കേഷൻ, ഇപ്പോൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വളരെ വളരെ പോസിറ്റീവാണ്. കാരണം അത് വളരെ 2 ഡിഗ്രി ഒരേ സമയം എടുക്കാം, മൾട്ടി ഡിസിപ്ലിനായിട്ട് പഠിക്കാം. പണ്ട് ഒരേ സ്ട്രീമിലേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ആർക്കും എന്തും സിസ്റ്റം ഒന്ന് നമ്മൾ എടുത്താലും നമുക്ക് വേറൊന്ന് പഠിക്കാം. ഇപ്പം ഞാൻ പല കോളേജുകളുടെ അക്കാഡമിക് കൗൺസിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ ഇരിക്കുമ്പം കുട്ടികളെല്ലാം ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഹിന്ദി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, ഫിസിക്സ് എന്നൊരു കോഴ്സ് എടുക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു കോഴ്സ് എടുക്കണം. ആ രീതിയിലേക്ക് മാറിക്കൊണ്ട് ഇത് വളരെ വലിയ സൈലൻറ്റ് റവല്യൂഷനാണ്. ഇത് മാറി ഈ സ്കിൽ സെറ്റും കൂടെ മാറുമ്പം തീർച്ചയായിട്ടും ഇതിന് വളരെ വലിയൊരു പൊട്ടൻഷ്യലാണ്. ഇന്ത്യ ലീഡിങ് ഒരു പ്ലെയർ ആവും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ടെക്നോളജിക്കൽ റവല്യൂഷനാണ് വരാൻ പോകുന്നത്. നമ്മളിപ്പം പണ്ട് ഫാൻറ്റസിയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, ഫാൻറ്റസി നോവൽസിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സ്പേസും മറ്റതുമൊക്കെ, അതെല്ലാം യാഥാർത്ഥ്യമായി. ഇപ്പം ഇനി പോകാൻ പോകുന്നത് നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നമ്മൾ പറയാറുണ്ട്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നമ്മൾ പറയുന്നത് കടലിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലോ ഒക്കെ പോകുന്നതേ ഇപ്പോൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ സ്പേസിലേക്കാണ് പോകാൻ പോകുന്നത്, സ്പേസ് ട്രാവൽ. ഇത് ഞാൻ പറയുന്നത് ഞാനിത് പബ്ലിക് മീഡിയയിൽ പറയുന്നതല്ലേ, ഇതൊരു 10, 15, 20 വർഷത്തിനകം നമ്മൾ പോകാൻ പോകുന്നത് സ്പേസ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആവും. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണ്, നമ്മൾ എക്കണോമിക്സിൽ പറയും വെബ്ലൻ എഫക്റ്റ് എന്ന് പറയും. വെബ്ലൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തിയോസ്റ്റീൻ വെബ്ലൻ എന്ന് പറഞ്ഞ എക്കോണമിസ്റ്റിൻ്റെ തിയറിയാണ്. പ്രൈസ് കൂടി നിൽക്കുന്നത് അട്രാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ സ്പേസ് ടൂറിസം എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും സ്പേസ് ടൂറിസം ഉണ്ട്. അപ്പോൾ സ്പേസ് ടൂറിസം ഇനി ആർക്കും മനസ്സിലാവാത്ത മറ്റൊരു കാര്യം, എന്താണ് ഈ സ്പേസ്? നമ്മൾ അത് പറഞ്ഞില്ലേ, എന്താ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ എവിടം വരെയാണ് സ്പേസ്? നമ്മൾ ഇപ്പോഴത്തെ ഒരു ഡെഫിനിഷൻ അനുസരിച്ച് 100 കിലോമീറ്റർ, നമ്മൾ ഇവിടുന്ന് 100 കിലോമീറ്റർ എബോവ് കർമൺ ലൈൻ എന്ന് പറയും. ആ കർമൺ ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് താഴെയും സ്പേസ് തന്നെയാണ്. ഏകദേശം 90-80 കിലോമീറ്ററിന് മേളിലും ഒക്കെ സ്പേസ് ആയിട്ട് കണക്കാക്കാം. പക്ഷേ 100 കിലോമീറ്റർ വരെ എത്തുമ്പോൾ അതിന് മുകളിലുള്ള ഏത് ഒരു ഏരിയയും നമ്മൾ സ്പേസ് എന്ന് പറയും. സ്പേസ് ആരുടെയും കൺട്രോളിലല്ല. സ്പേസ് എല്ലാവർക്കും ഉള്ളതാണ്. രാജ്യങ്ങൾക്ക് ഈ 100 കിലോമീറ്റർ താഴെയുള്ള എയർ സ്പേസ് കൺട്രോൾഡാണ്. പ്ലെയിനൊക്കെ പോകുന്നത്. അതിന് മുകളിൽ സ്പേസ് എന്ന് പറയുന്നത് ആരുടെയും കൺട്രോളിലല്ല. അപ്പം ഇൻ ഫ്യൂച്ചറിൽ ആ സ്പേസ് ആണ്. അപ്പോൾ അവിടം വരെ എത്തിക്കുന്നത് തന്നെ സ്പേസ് ട്രാവലാണ്. അപ്പോൾ ഒരാളെ നമ്മൾ 100 കിലോമീറ്റർ മുകളിൽ എത്തിച്ച് തിരിച്ചുകൊണ്ട് വരിക, അതും സ്പേസ് ഡെസ്റ്റിനേഷൻ വെഡിങ്, അവിടെ ഒന്ന് കറങ്ങി വെഡിങ് നടത്തി തിരിച്ചു. നമ്മൾ ആക്ച്വലി ആദ്യം ഈ സ്പേസിൽ ടൂറിസത്തിനെ പറ്റി സംസാരിച്ചത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പുള്ളി വെർജിൻ അറ്റ്ലാന്റിക്കിൽ സ്പേസ് ടൂറിസം നടത്താൻ പോവാണ്. നമ്മളെയൊക്കെ സ്വപ്നം കാണിച്ചത് പുള്ളിയാണ്. അതെ. അപ്പോൾ ഇപ്പോൾ അത് നമ്മളിവിടെ നമ്മുടെ ഇന്ത്യയിൽ റിയലിസ്റ്റിക് ആവാൻ പോവുകയാണ്. നമ്മളിപ്പം ഗഗൻയാൻ മിഷൻ വരുന്നു. അത് കഴിഞ്ഞ ഉടനെ എന്താണ്, നമുക്ക് ഇപ്പോഴും നമുക്ക് അവിടം വരെ കൊണ്ടുവരാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അത് ഇക്കോണമൈസ് ചെയ്യണം, കോസ്റ്റ് എഫക്റ്റീവ് ആവണം. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ള ചെയ്യുന്നതല്ല ഇതുപോലുള്ള ഏജൻസീസ്. നമുക്ക് വേണ്ടുന്നത് ഇത് അക്സസിബിൾ ആവണം. പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കണം, അതിൻ്റെ സ്കെയിലബിലിറ്റി കൂട്ടണം. അങ്ങനെ സ്കെയിലബിലിറ്റി കൂട്ടുമ്പം അതിൻ്റെ പുതിയ ടെക്നോളജി വരുമ്പം പെർ യൂണിറ്റ് കോസ്റ്റ് കുറയും. അപ്പോൾ എല്ലാവർക്കും അക്സസിബിൾ ആവും. അപ്പോൾ സ്പേസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സ്പേസ് ട്രാവലൊക്കെയാണ് ഞാൻ ഫോർസ് ചെയ്യുന്നത്. വളരെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ സാധാരണ ചെറുപ്പക്കാർ ട്രാവൽ ചെയ്തിട്ട് വരുന്നു, നമ്മൾ സ്പേസിലേക്ക് പോയിട്ട് വരുന്നു. ആർക്കും സ്പേസ് ഇപ്പം വളരെ വലിയ കണ്ടീഷൻസ് ഉണ്ട് സ്പേസിൽ പോകാനായിട്ട്, ഹെൽത്തും അതും ഇതുമൊക്കെ. ഇനി അങ്ങനെയല്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുമ്പോൾ അത്രയും വലിയ കണ്ടീഷൻസ് വേണ്ടാതെ തന്നെ സ്പേസിലേക്ക് പോയിട്ട് വരാനും ആ സ്പേസ് ടൂറിസത്തിൽ തന്നെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇന്ത്യ സ്പേസ് ടൂറിസത്തിൽ ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള രീതിയിലേക്ക് മാറുക. ഇനി കുറച്ച് ഡേഞ്ചേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ആര് കൺട്രോൾസ് വരാൻ തുടങ്ങും. പണം വരുന്ന സ്ഥലമാകുമ്പോൾ സ്പേസ് ഇപ്പോൾ പണം വന്നു തുടങ്ങി. നേരത്തെ സ്പേസ് എന്ന് പറഞ്ഞാൽ റോക്കറ്റും അല്ലെങ്കിൽ റോക്കറ്റ് സയൻസ് മാത്രമായിരുന്നു, അല്ലെങ്കിൽ ടെക്നോളജിയും അത് മാത്രമായിരുന്നു. ഇപ്പോൾ സ്പേസ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും പണമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് 85ഓളം രാജ്യങ്ങൾ, മോർ ദാൻ 85 കൺട്രീസ് ഇപ്പോൾ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാ കേപ്പബിലിറ്റി ഇല്ല ഇന്ത്യയെ പോലെ, പക്ഷേ ഇപ്പം സൗദി അറേബ്യ ആയാലും UAE ആയാലും ഇങ്ങനെയുള്ള മിഡിൽ ഈസ്റ്റേൺ കൺട്രീസ് ആയാലും ലാറ്റിൻ അമേരിക്കൻ സ്മോൾ കൺട്രീസ് ആയാലും ഒക്കെ സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ്
ദേ ആർ സീയിങ് ദ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഹ്യൂജ് പൊട്ടൻഷ്യൽ. അപ്പോൾ ആ പൊട്ടൻഷ്യൽ വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് 85ഓളം ആകെ നമുക്ക് ഏകദേശം 195 കൺട്രിയോളേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ 85-90ഓളം കൺട്രീസ് സ്പേസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി. ഇനി ബാക്കിയും ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ. അപ്പോൾ അതിലൊരു ലീഡറായിട്ട് ഇന്ത്യയെ പോലുള്ള ഈ ടെക്നോളജി കൈവശമുള്ള നമ്മുടെ പോലുള്ള ഒരു രാജ്യം ഒരു ലീഡറായിട്ട് മറ്റ് രാജ്യങ്ങൾ, വലിയ രാജ്യങ്ങളെ പോലെയുള്ള US-ഉം അല്ലെങ്കിൽ ചൈന, റഷ്യ, ഫ്രാൻസ്, ഇങ്ങനെയുള്ള രാജ്യം, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളെ പോലെ ഇന്ത്യയും ഈ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 2026-27 ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 13,000 ചില്ലുവാനം കോടി മാത്രമാണ്. സെൻട്രൽ ഗവൺമെൻറ് മൊത്തം ബഡ്ജറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ചേർത്തുള്ള ബഡ്ജറ്റ് എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. 50 ലക്ഷം കോടിയാണ്. ഈ 50 ലക്ഷം കോടി ബഡ്ജറ്റിൽ വെറും 13,700 കോടി മാത്രമാണ് ഒരു വർഷം നമ്മൾ സ്പേസിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുമ്പം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും കൂടി വരും. അപ്പോൾ ബൂം ചെയ്യാൻ തുടങ്ങും ഇക്കോണമി മുഴുവൻ. അപ്പോൾ ഗവൺമെൻറ് മാത്രം കൊണ്ട് ഈ ടെക്നോളജി എല്ലാം ഇപ്പോൾ ആൾറെഡി നമ്മൾ കുറേ സ്വന്തമാക്കി. ഈ ലിമിറ്റഡ് റിസോഴ്സസ് പണ്ട് തൊട്ടേ ഉണ്ടായി, നമ്മൾ സ്വന്തമാക്കി. പിന്നെ ഇപ്പോൾ റവന്യൂ വരാൻ തുടങ്ങി, നമ്മൾ ലോഞ്ച് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഏകദേശം 434-435 ഫോറിൻ സാറ്റലൈറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. ശ്രീഹരിക്കോട്ടയിൽ ഫോറിൻ സാറ്റലൈറ്റ്സ്, ടോട്ടൽ സാറ്റലൈറ്റ്സ്, ഫോറിൻ സാറ്റലൈറ്റ്. അതിൽ ഏകദേശം 400 സാറ്റലൈറ്റ്സും കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ബൂം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എസ്റ്റിമേറ്റ്സ് നമ്മൾ നോക്കിയാൽ ഇൻ ഫ്യൂച്ചറിൽ, അതുകൊണ്ടാണ് 2033 2047 ഗവൺമെൻറ് പറയുന്നത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള വിഷനാണ്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഫോറിൻ ലോഞ്ചിൽ നിന്ന് റവന്യൂ വരും, ഫോറിൻ ലോഞ്ച് ചെയ്യും. അടുത്തൊരു ഏരിയ സ്പേസ് ഇൻഷുറൻസ് ബിസിനസ് ബൂം ചെയ്യും. പിന്നെ ടെക്നോളജി, മെറ്റീരിയൽ ഡെവലപ്മെൻറ്റ്, ഹ്യൂജ് ആയിട്ടുള്ള അങ്ങനെയുള്ള കമ്പനികളെല്ലാം വരാൻ തുടങ്ങും. അങ്ങനെ മൊത്തം ഇക്കോണമിയിലും മൾട്ടിപ്ലയർ ഇമ്പാക്ട്സ് ആണ് ഉണ്ടാകുന്നത് എല്ലാ തരത്തിലും. ഇപ്പം ബയോളജി, ഇപ്പം എന്താണ് നമ്മുടെ ഗഗൻയാൻ മിഷൻ വന്നു കഴിയുമ്പോൾ എന്താണ് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, പുറത്ത് കൊണ്ടുപോകുന്ന എക്സ്പെരിമെൻറ്റ്സ്, എഡ്യൂക്കേഷണൽ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഇവിടുത്തെ ലബോറട്ടറിയിൽ ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നു. ഇനിയിപ്പോൾ അവരുടെ എക്സ്പെരിമെൻറ്റ്സ് എന്ത് ചെയ്യാം, ഈ സ്പേസ് ടൂറിസം വന്നു കഴിഞ്ഞാൽ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എക്സ്പെരിമെൻറ്റ് ചെയ്ത് കൊണ്ടുവരാം. എന്താ അതിൻ്റെ ഗുണം? എന്തിനാ ഈ സ്പേസ് സ്റ്റേഷനിൽ, അതും സാധാരണക്കാർക്ക് അറിയില്ല, ഈ സ്പേസ് സ്റ്റേഷനിൽ എന്തിനാ ഈ ആൾക്കാർ സുധാൻശു ശുക്ല കുറേ പ്രോജക്റ്റ് എക്സ്പെരിമെൻറ്റ്സ് അവിടെ കൊണ്ടുപോയി ചെയ്തു. അപ്പോൾ സാധാരണ ആൾക്കാർ എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കാറ് എന്തിനാ അവിടെ കൊണ്ടുപോയി ചെയ്യുന്നത്? സീറോ ഗ്രാവിറ്റിയിൽ പല എക്സ്പെരിമെൻറ്റ്സും ചെയ്യുമ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് അവിടെ നിന്ന് അറിഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ഞാൻ പറയാം, സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നു, വിത്ത് മുളപ്പിക്കുന്നതാണ്. ഇവിടുന്ന് കൊണ്ടുപോയി ഇപ്പോൾ സയൻറ്റിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, അവിടെ കൊണ്ടുപോയി ഒരു വിത്ത് മുളപ്പിച്ചാൽ അത് മുളപ്പിച്ചതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്താൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിത്ത് അവിടെ കൊണ്ട് മുളപ്പിച്ചിട്ട് വന്നാൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ്റെ എക്സ്പാൻഷൻ നമുക്ക് പറയുന്നതിനപ്പുറമായിരിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സർജറി. പക്ഷെ അത് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇതിപ്പം മൊത്തം കൊണ്ടുപോകണമെങ്കിൽ, ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിത്തല്ലേ, ഇപ്പോൾ ഹ്യൂജ് വിത്ത് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ മൈക്രോ ലെവൽ, ഇനി വിത്തിൻ്റെ എന്താണ് കൊണ്ടുപോകുന്ന സൗകര്യത്തിനായിട്ട് ഇനി പുതിയ ഡെവലപ്മെൻറ്റ്സ് വരും. വിത്തിൻ്റെ സൈസ് കുറയ്ക്കാൻ നോക്കും, അതിൻ്റെ മാറ്റങ്ങൾ വരും, അതിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വരും. ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വിത്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതുപോലെ തന്നെ സർജറി പറയപ്പെടുന്നത്, നാസയുടെ റിപ്പോർട്ട്സ് അനുസരിച്ച് പറയുന്നത് സ്പേസിൽ ചില മൈക്രോ സർജറികൾ, ബ്രെയിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ സർജറി സ്പേസിലാണ് ചെയ്യുന്നതെങ്കിൽ, സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സൊല്യൂഷൻസ് വരുത്താൻ പറ്റും. ചില മെഡിസിൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാവിറ്റി സിറ്റുവേഷൻ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ ഭൂമിയിൽ വന്നത് ഗ്രാവിറ്റിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ബോഡിയുടെ ഓരോ ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രാവിറ്റിക്ക് വേണ്ടിയാണ്. പക്ഷേ അത് സീറോ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ വരുമ്പം ചില സംഗതികളിൽ ഉപയോഗം ഉണ്ടാവും. ഇതുപോലുള്ള ചില സംഗതികൾ, മെഡിസിനുകൾ പലതും ഡെവലപ്പ് ചെയ്യുന്നത് സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. പുതിയ ക്യാൻസറിൻ്റെയും മറ്റും മെഡിസിനുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഇന്ത്യയും ആ തരത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗം സ്പേസ് സ്റ്റേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്പേസ് സ്റ്റേഷൻ നമ്മുടേതായിട്ട് വരുമ്പം നമുക്ക് അത്തരത്തിൽ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യാം. ഇപ്പം ഈ ടൂറിസം ചെയ്യാം. ഈ റീയൂസബിൾ വെഹിക്കിൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇനി കോസ്റ്റ് കുറയ്ക്കും. SpaceX നോക്കുകയാണെങ്കിൽ അവരിപ്പോൾ റീയൂസബിൾ, അവരുടെ കോസ്റ്റ് വളരെ കുറവാണ്. ഓരോ വെഹിക്കിൾ ഉണ്ടാക്കി വെക്കാനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത്. അത് ഇന്ത്യയിലേക്ക് ഇന്ത്യ റീയൂസബിൾ വെഹിക്കിൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. അതിന്റെ കമേഴ്ഷ്യലൈസ്, അതിന്റെ വലിയ വലിപ്പത്തിൽ ചെറിയ വെഹിക്കിൾ റീയൂസബിൾ ഓൾറെഡി ടെസ്റ്റ് ചെയ്തു. നമ്മൾ റീയൂസബിൾ വെഹിക്കിൾ എന്താണ് സ്പേസിൽ പോയി തിരിച്ചു വരുന്ന രീതിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ കമേഴ്ഷ്യൽ വയബിലിറ്റി നോക്കണം, അതിന്റെ ലോഞ്ച്, അതിന്റെ സ്കെയിൽ വലുതാക്കണം. ആ രീതിയിലുള്ള എക്സ്പീരിയൻസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും അടുത്ത് തന്നെ റീയൂസ്
റീയൂസബിൾ വെഹിക്കിളിന് ആക്സസ് ചെയ്യും. അങ്ങനെ ആക്സസ് ചെയ്താൽ ഒരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ കുറേ പ്രാവശ്യം പോയിട്ട് വരാം, അപ്പോൾ കോസ്റ്റ് കുറയും. അപ്പോൾ ടൂറിസത്തിലെല്ലാം കോസ്റ്റ് കുറയും, ആൾക്കാർക്ക് ചീപ്പായിട്ട് പോകാം, ഈ എക്സ്പെരിമെൻറ്റ്സിലെല്ലാം കോസ്റ്റ് കുറയും. അങ്ങനെ കോസ്റ്റ് അതിനു വേണ്ടി തന്നെ ഇപ്പോൾ ഇപ്പം സ്പേസിൽ പല സർവീസസ് കൊടുക്കുക. സ്പേസിൽ എന്താണ് ഇപ്പം ഞാനിപ്പോൾ ഇടയ്ക്കൊരു കമ്പനിയെ പരിചയപ്പെട്ടതാണ്. അവരുടെ ഹൈദരാബാദ് ബേസ് ചെയ്ത കമ്പനിയാണ്. ആ കമ്പനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് അവർ വെറുതെ ഉണ്ടാക്കുകയാണ്, എന്നിട്ട് അതിനകത്തുള്ള പേലോഡ് കമ്പനിക്കാർക്ക് നിശ്ചയിക്കാം. ദിസ് ഈസ് ആക്ച്വലി സാറ്റലൈറ്റ് ആസ് എ പ്ലാറ്റ്ഫോം. നമുക്കറിയാലോ സാറ്റലൈറ്റ് നമുക്ക് സർവീസ് കൊടുക്കുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. നമ്മളെന്താണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറയുന്നത് പോലെ സാറ്റലൈറ്റ് ആസ് എ സർവീസ് പ്ലാറ്റ്ഫോം. അപ്പോൾ അവരുണ്ടാക്കാതെ മറ്റുള്ളവർക്ക് ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സർവീസ് വേണമെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതൊരു പുതിയ മോഡലാണ്. ഇതുപോലെ തന്നെ എന്താണ് വേറൊരു കമ്പനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ സാറ്റലൈറ്റ്സ് ക്യാപ്ചർ ചെയ്ത് റിപ്പയർ ചെയ്ത് കൊടുക്കുക സ്പേസ് സ്റ്റേഷനിലേക്ക്. അത് ആയിട്ടില്ല, അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ്. ക്യാപ്ചർ ചെയ്യുക, അതിനെ റിപ്പയർ ചെയ്യുക. കാരണം മിക്കവാറും സാറ്റലൈറ്റ്സ് ഡിസ്ഫങ്ഷനിലാവുന്നത് ഒന്നുകിൽ അതിൻ്റെ സോളാർ പാനൽസ് ഇല്ലാതാകുക, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും സർക്യൂട്ട്സ് ഡാമേജ് ചെയ്യുക എന്നൊക്കെയാണ്. മേജർ ചേഞ്ചസ് ഒന്നും വരാറില്ല. അപ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്ത് റിപ്പയർ ചെയ്ത് തിരിച്ച് അവിടുന്ന് തന്നെ വിക്ഷേപിച്ചാൽ നമുക്ക് ലോഞ്ച് കോസ്റ്റ് ഇല്ല. ആ ഓർബിറ്റൽ ത്രസ്റ്റ് കൊടുത്താൽ മാത്രം മതി, അത് വീണ്ടും ഫങ്ഷനിലാവും. അപ്പോൾ ഇങ്ങനെ ഇത് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം ഹ്യൂജ് കോസ്റ്റ് സേവിങ്സ് ആണ്, റിസോഴ്സ് സേവിങ്സ് ആണ്, മണി സേവിങ്സ് ആണ്. അല്ലെങ്കിൽ മണി ഒരുപാട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതാണ് സ്പേസ് ഇക്കോണമി അല്ലെങ്കിൽ സ്പേസ് ഇക്കണോമിക്സിൽ പഠിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നത്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നത്. നമ്മളിപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ചും ഫോറിൻ സ്പേസ് റിസർച്ച്, അല്ലെങ്കിൽ നാസ അതുപോലെയുള്ള വേറെ ചൈന അങ്ങനെയുള്ള വേറെ സംഭവങ്ങൾ നോക്കുമ്പോഴും സാർ പറഞ്ഞു ഇന്ത്യ ഇസ് ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് ഇൻ ടേംസ് ഓഫ് വളരെ മിനിമൽ ബഡ്ജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. വെൻ യു കമ്പയർ ദിസ്, അതും നമ്മുടെ ഫോറിൻ സ്പേസ് റിസർച്ചും നമ്മുടെ ഇന്ത്യൻ റിസർച്ചും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്ത്യൻ റിസർച്ച്? എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഒരു മേൽക്കൈ? ഏറ്റവും പ്രധാനമായിട്ട് തന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പൂൾ ഓഫ് സയൻറ്റിസ്റ്റ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആർ അവൈലബിൾ ഇൻ ഇന്ത്യ. ഇത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. പലപ്പോഴും നാസ ആയാലും മറ്റ് രാജ്യങ്ങൾ, നാസയിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കിയാൽ മിക്കവാറും നാസയിലെ കമ്പനികളിലായാലും നാസയിലായാലും ഇന്ത്യൻസാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും അവൈലബിൾ ആവുന്നത് കൊണ്ടാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ എക്കോ സിസ്റ്റം, സപ്പോർട്ട് സിസ്റ്റം, ഗവൺമെൻറ് സപ്പോർട്ടായിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഇപ്പം ഇസ്രോ പോലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ലീഡർഷിപ്പ്, ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ഉള്ള ഇപ്പോൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പോഴും റേറ്റ് ചെയ്തിരിക്കുന്നത് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടുന്നത് മുഴുവൻ ചിലവാക്കുകയും വളരെ എഫിഷ്യൻസി ആയിട്ട് ഔട്ട്പുട്ട് കൊണ്ടുവരികയും അത് ക്ലിയർ ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അത് ഔട്ട്കം ഓറിയൻറ്റഡ് ആയിട്ട് പ്രോജക്ട്സുകൾ കൊണ്ടുവരികയും ചെയ്യുന്ന ഏകദേശം വളരെ ചുരുക്കം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒരെണ്ണമാണ് സ്പേസ്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് ഈ സംഗതികൾ. പിന്നെ കൂടാതെ നമ്മുടെ വിഷൻ, നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം പ്രോബ്ലം സോൾവിങ് ആണ്, അല്ലെങ്കിൽ സോഷ്യൽ പ്രോബ്ലംസ്, കൺട്രിയുടെ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയാണ് എല്ലാ മിഷൻ, ഏത് മിഷൻ എടുത്ത് നോക്കിയാലും നമുക്കതെല്ലാം, അതാണ് ഈ ഔട്ടർ പ്ലാനറ്റ്സ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാം ഞാനത് നോക്കിയിട്ടുള്ള. ഇപ്പോൾ ചന്ദ്രയാൻ മിഷൻ്റെ കാര്യമൊക്കെ നോക്കിയാലും പലരും പറയും ഔട്ടർ സ്പേസ് നമ്മൾ ചന്ദ്രനിൽ എന്തിനാണ് ചുമ്മാ അയക്കുന്നത്. ഇപ്പോൾ പലർക്കും മനസ്സിലായി കാണും, അവിടുത്തെ റിസോഴ്സസ് ആണ് നമ്മുടെ ലക്ഷ്യം, അവിടുത്തെ ബേസ് ആണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മുടെ റിസോഴ്സസ് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ഈ ചെറിയ ബഡ്ജറ്റ് കൊണ്ട് അവിടെ നിന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റിയാൽ അവിടെ അത്രയും റിസോഴ്സസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ അവിടെ ഉള്ള റിസോഴ്സസ് ഇൻസിറ്റീവ് ആയിട്ടുള്ള അവിടുത്തെ റിസോഴ്സസ് നമുക്ക് കൊണ്ടുവന്നാൽ അത് ഉപയോഗിച്ച് എർത്തിൽ ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സംഗതിയിലാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇപ്പോഴും നമ്മൾ 1 കിലോഗ്രാം പേലോഡ് ഓർബിറ്റിൽ എത്തിക്കാൻ വേണ്ടി ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് $20,000 അടുത്ത് വരും, $20,000. ഇത് കുറച്ച് ഏകദേശം $2,000 അടുത്ത് എത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ വിഷൻ, ഈ ഇക്കണോമിക്കൽ ആയിട്ടുള്ള വിഷൻ. ഇതിനു വേണ്ടി ടെക്നോളജി ഇമ്പ്രൂവ് ചെയ്യണം, മിനിയേച്ചറൈസേഷൻ ഓഫ് ടെക്നോളജി കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇപ്പോൾ റീയൂസബിൾ വെഹിക്കിളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്രയും റിസോഴ്സ് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ മിഷനും സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള
പിന്നെ ഫ്രൂഗൽ ഇന്നോവേഷൻ വളരെയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. മറ്റു രാജ്യങ്ങളെക്കാൾ കൂടുതൽ വളരെ ഏതൊരു ടെക്നോളജി എടുത്താലും നേരത്തെ നമ്മൾ ഒരുപാട് ലാഗ് ചെയ്തു. പക്ഷേ ഓഫ് ലേറ്റ് ഒരു 80s ശേഷം നമ്മൾ ഒരുപാട് പെട്ടെന്നാണ് നമ്മൾ ടെക്നോളജിക്കൽ സ്വായത്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അഡ്വാൻറ്റേജ് ആണ്. ആ അഡ്വാൻറ്റേജ് കൊണ്ടാണ് നമ്മൾ മറ്റ് രാജ്യങ്ങളെ പോലെ ഏറ്റവും മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നത് പല കാര്യങ്ങളിലും. ഇപ്പോൾ US തന്നെ പല കമ്പനികളും ഇന്ത്യയിലാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ PSLV എന്ന് പറയുന്ന ലോകത്ത് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ അതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്തിട്ടുള്ളതാണ്. കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് PSLV എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വളരെ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള, അപ്പോൾ അത്തരത്തിലുള്ള ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള വെഹിക്കിളിനെ തേടിയാണ് ഫോറിൻ കമ്പനീസും ഫോറിൻ കൺട്രീസും ഒക്കെ ഇവിടെ വന്ന്. അപ്പോൾ അവർക്ക് ലാഭമാണ്, അവരെത്ര പേ ചെയ്താലും അവർക്ക് ലാഭമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊക്യൂർഡായിട്ട് ഒരു മുഴുവൻ മിഷൻ അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മൊത്തം ഹയർ ചെയ്തവർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാറ്റലൈറ്റിൻ്റെ കൂടെ അയക്കാറുണ്ട്. ഇതൊക്കെ ഇതിനനുസരിച്ച് പ്രൈസിങ്ങും ഇതൊക്കെ മാറും. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് തന്നെ ലോഞ്ച് ചെയ്യാറ്. ഇന്ത്യയിൽ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ ഇന്ത്യൻ ലോഞ്ച് ചെയ്യാണ് പറഞ്ഞത്. ഫോറിൻ, ഞാനതാ നേരത്തെ പറഞ്ഞത് 400ഓളം സാറ്റലൈറ്റുകൾ, ഫോറിൻ സാറ്റലൈറ്റുകൾ കഴിഞ്ഞ 10 വർഷത്തിനകം ഇന്ത്യയിൽ നിന്ന് ലോഞ്ച് ചെയ്തത്. നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ അവെയർ അല്ല. ഈ അത്രത്തോളം ഫോറിൻ കമ്പനീസ്, അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ വളരെ ഏകദേശം 100ഓളം സാറ്റലൈറ്റുകൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്ത്, സ്മോൾ സാറ്റലൈറ്റുകൾ ലോകത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത്രത്തോളം പവർഫുള്ളാണ് നമ്മുടെ കൺട്രി. അപ്പോൾ ഇത് നമ്മളെല്ലാവരും അറിയണം, എല്ലാ സ്ഥലത്തും എത്തണം, എല്ലാ കുട്ടികളും അത് മോട്ടിവേറ്റഡ് ആവണം. അല്ലാതെ ടെക്നോളജിയിലെ ഫാൻറ്റസി, സ്പേസിൽ പോകാനുള്ള ഫാൻറ്റസി മാത്രമല്ല, പക്ഷെ നമ്മളത് കേപ്പബിൾ ആണ്, ഇനി അക്സസിബിൾ ആണ്. ഏതൊരു സാധാരണക്കാരനും ഈ ടെക്നോളജി അക്സസിബിൾ ആയിട്ട് യൂസ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് മാറും. ഇപ്പോൾ വെതർ ഫോർകാസ്റ്റിംഗ് നമുക്കറിയാം, ഇപ്പം മണിക്കൂർ വെച്ച് കൃത്യമായിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് നമുക്ക് വരികയാണ് ഒരേ റീജിയനിൽ. ഇപ്പോൾ ഇപ്പോഴും നമുക്ക് പറയാറുണ്ടല്ലോ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ തണ്ടർ സ്റ്റോം അല്ലെങ്കിൽ മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ അങ്ങനെയല്ല പറയുന്നത്. സൗത്ത് ഇന്ത്യയിൽ ഇത്രയും മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എവിടെയെങ്കിലും പെയ്യാതിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കൃത്യമായി. എന്തുകൊണ്ടാണ്? അത്രയും അഡ്വാൻസ്ഡ് മോഡലിംഗ് ആയി, സാറ്റലൈറ്റ് ഒബ്സർവേഷൻ വളരെ കൂടി, മിനിറ്റിന് സാറ്റലൈറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്, വിൻഡ് മൂവ്മെൻറ്റ്സ് അനുസരിച്ച് മോഡൽ ചേഞ്ച് ആയി പ്രഡിക്ഷൻസ് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ട്. അപ്പോൾ ഇതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ മൊബൈലുകളിലെല്ലാം വെതർ ഫോർകാസ്റ്റിംഗ് എല്ലാം കൃത്യമായിട്ട് കിട്ടുക. നമ്മൾ ഓരോ സ്ഥലത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഗൂഗിളിന് പകരം നമ്മുടെ ഓൺ എർത്ത് ഒബ്സർവേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നാവിഗേഷൻ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഭുവൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോൾ മിലിറ്ററിക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പല മിലിറ്ററി കമ്പാറ്റ്മെൻറ്റ് ഓപ്പറേഷൻസും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺ സാറ്റലൈറ്റിൻ്റെ പവർ കൊണ്ടാണ്. ഇപ്പം അവൈലബിൾ അല്ല. ഇപ്പം പബ്ലിക്കിന് ഇപ്പം മൊബൈൽ കമ്പനീസുമായിട്ട് ഗവൺമെൻറ് എഗ്രിമെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് ഗൂഗിൾ മാറി നമുക്കെല്ലാം ഭുവൻ കിട്ടും. ഭുവനാണ് കുറച്ചുകൂടി ആക്യുറേറ്റ് പൊസിഷനിങ്ങിലും നമ്മളെ യാത്രയ്ക്കുമല്ല. ഇപ്പം നമ്മൾ ഗൂഗിളാണ്. ഈ ഗൂഗിളിൻ്റെ പ്രശ്നം വേറൊരു കൺട്രി കൺട്രോൾ ചെയ്യുന്നതാണ്. നമ്മുടെ അണ്ടർ വേറൊരു കൺട്രിയുടെ കൺട്രോളിലാണ്. എവിടെയെങ്കിലും ചെന്ന് മലയുടെ മേളിൽ ചെന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പൊക്കോന്ന് പറഞ്ഞാൽ നമ്മൾ പൊക്കോണ്ടിരിക്കണം. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓൺ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ വൈഡായിട്ട് എന്ത് ചെയ്യണം, ഈ മൊബൈൽ ഫോൺ കമ്പനികളുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റി. അടുത്ത് തന്നെ അതും വരും. അതും ഒരു റെവല്യൂഷനാണ്. അത്തരത്തിൽ നമ്മൾ ഒരുപാട് ജീവിതത്തിൽ എല്ലാ നിമിഷത്തിലും നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരുന്നത്. ഓരോ വ്യക്തിയും ഓരോ ദിവസവും ഒരുപാട് സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, സ്പേസുമായിട്ട് കണക്ട് ചെയ്ത പല കാര്യങ്ങളും ഇപ്പോഴത്തെ വേൾഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഓട്ടോണമസ് വെഹിക്കിൾസ് വരുന്നത് കംപ്ലീറ്റ്ലി സ്പേസ് ബേസ്ഡ് ആണ് കൺട്രോൾ മുഴുവൻ. ടോൾ സിസ്റ്റംസ് ഇപ്പോൾ ഉണ്ട്. ടോൾ സിസ്റ്റംസ് എല്ലാം ഇനി അടുത്ത് തന്നെ ഡിസപ്പിയർ ചെയ്യും. കാരണം നമ്മൾ റോഡിലേക്ക് എൻ്റർ ചെയ്താൽ സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യും. നിങ്ങൾ 10 കിലോമീറ്റർ സഞ്ചരിച്ചാലും അല്ലെങ്കിൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാലും അതിൻ്റെ ടോൾ മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കൃത്യം. പക്ഷേ ഇവിടെ ഒരു പ്രൈവസിയുടെ പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് കൊണ്ടുവരാൻ പറ്റാത്ത. അപ്പോൾ പ്രൈവസിയുടെ പ്രശ്നം സോൾവ് ചെയ്ത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള സർവീസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ട്രാഫിക് മാനേജ്മെൻറ്റ്, ഇൻ്റലിജൻറ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ് സ്പേസ് ബേസ്ഡ് ആണ്. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രശ്നം എന്താണ്, ഒരു ലൈറ്റ് ഓൺ ചെയ്യുമ്പം മറ്റൊരു ലൈറ്റ് ഓഫ് ആവും, അവിടെ വീണ്ടും കിടക്കും. ഇത് അതിന് പകരം ഏത് സ്ഥലത്താണ് ട്രാഫിക്ക് കൂടുതലെന്നനുസരിച്ച് സ്പേസ് കമാൻഡുകൾ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് എന്തെങ്കിലും ലൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കും. സീംലെസ് ആയിട്ട് ട്രാഫിക് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിലേക്ക് സിസ്റ്റം മാറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് എക്സാമ്പിൾ എടുത്താലും സാധാരണക്കാരൻ്റെ ഏത് ലൈഫിൽ നമ്മൾ അടുക്കളയ്ക്കകത്ത് തുടങ്ങി നമ്മൾ അങ്ങ് പർവ്വതാരോഹണം വരെയുള്ള എന്ത് സംഗതികൾ എടുത്താലും ഇതിലെല്ലാം എവിടെയെങ്കിലുമൊക്കെ സ്പേസ് കണക്റ്റഡ് ആണ്. അത് പലരും അറിയാതെ പോകുന്നതാണ്. പലരും അത് കൂടുതലായിട്ട് എഴുതാത്തപ്പെടാതെ പോകുന്നതാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ അത് അനുഭവിച്ചു വരുന്നത് കൊണ്ട്, ടച്ചിങ് ലൈഫ് വരുന്നതുകൊണ്ട് പാവപ്പെട്ടവരുടെ പോവർട്ടി ഇല്ലാതാക്കാനായാലും ഒക്കെ സ്പേസിന് ഉപയോഗിക്കാവുന്നതാണ്. വേറൊരു സൈക്കിളിൽ തുടങ്ങിയ ഒരു ചരിത്രമാണ് സൈക്കിളിൽ കൊണ്ടുപോയി ചരിത്രമാണുള്ളത്. നമ്മുടെ എപ്പോഴത്തെ ഓയിൽ പോലെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കാനാവാത്തൊരു സാധനമായി മാറുന്ന ഡേറ്റ ആയിരിക്കും. ഈ ഡേറ്റയെ നമുക്ക് ഇപ്പോൾ ആക്സസിബിൾ ആയിട്ടുള്ള ഡേറ്റ
ഈ സ്പേസിൽ നിന്ന് കിട്ടുന്നത് പബ്ലിക്കിന് എങ്ങനെയാണ് കിട്ടുക? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റ പോളിസി കൊണ്ടുവന്നു 2 വർഷം മുമ്പ്. അത് അനുസരിച്ച് തന്നെ മിക്കവാറും ഡേറ്റ നമ്മൾ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ പല ഹൈ റെസൊല്യൂഷൻ ഡേറ്റകൾ അവൈലബിൾ ആണ്. ചില മൈക്രോ ഡേറ്റകളും ചില ഏരിയകളെ പറ്റിയുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഡേറ്റകൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്ത് അവരെ റിക്വസ്റ്റ് ചെയ്ത് ചിലതിന് ചില പേയ്മെൻ്റ് ഉണ്ട്, ആ പേയ്മെൻറ്റോടുകൂടി ഡേറ്റ എടുക്കുക. ഇപ്പോൾ ഈ കമ്പനികളെല്ലാം ചെയ്യുന്നതാണ്. ഈ കമ്പനികളെല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കമ്പനികളിൽ ആ ഡേറ്റ എടുത്ത് ചെയ്യാം. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. ആരെങ്കിലും ഭക്ഷണം ഓർഡർ ചെയ്യാതെ ഇരിപ്പുണ്ടോ? അല്ലെങ്കിൽ എന്താണ് സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ഇത് ജിയോസ്പേഷ്യൽ ടെക്നോളജി വഴിയാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ മൊബൈലിലൂടെയാണെന്ന് പറയുന്നു, പക്ഷേ മൊബൈലിൽ ഇൻ്റർനെറ്റ് അല്ല, സ്പേസ് ബേസ്ഡ് നാവിഗേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്. ഞങ്ങളെല്ലാം എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണ് ബെനിഫിറ്റ്, എത്ര കോസ്റ്റാണ് നിങ്ങൾക്ക് സേവ് ചെയ്യുന്നത്. നമുക്കറിയാലോ ഇപ്പോൾ എന്ത് ചെയ്തു, റെസ്റ്റോറൻറ്റ് ടു ഹോമായി. അതായത് നമുക്കിപ്പോൾ 10 പേരുണ്ടെങ്കിൽ ഒരു മൊബൈൽ റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് അപ്പം തന്നെ ഓർഡർ ചെയ്യാം. മൊബൈൽ റെസ്റ്റോറൻറ്റ് വീട്ടിൽ വരും, അവിടെ നിങ്ങൾക്ക് പാട്ട് വേണമെങ്കിൽ പാട്ട് ഉൾപ്പെടെയുള്ള പാർട്ടി ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് തരും. ആ രീതിയിലേക്ക് ബിസിനസ് മോഡലുകൾ മാറുകയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പോകണ്ട. അതൊരു വേറൊരു പ്രശ്നമാണ്, അത് വേറൊരു കാര്യം, സോഷ്യലൈസേഷൻ ഇല്ലാതാവുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെയാണ്. അല്ലെങ്കിൽ യൂബർ, ഒലയൊക്കെ വിളിക്കുന്നു. ഇതെല്ലാം ജിയോസ്പേഷ്യൽ ടെക്നോളജി. നമ്മൾ വണ്ടി വരുന്നുണ്ടോ നമുക്ക് കൃത്യമായിട്ട് അറിയാം, എവിടെ എത്തിയെന്നറിയാം, അതിൽ നമ്മൾ കയറുന്നു. അപ്പോൾ നമ്മുടെ ടൈം നമുക്ക് ലാഭം, നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഇനിയിപ്പോൾ എഐയും കൂടെ അതിലൂടെ ചേരുമ്പോൾ കുറച്ചുകൂടി പ്രഡിക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയും. ഇത് വളരെ വളരെ വലിയ റോബസ്റ്റ് ആയി മാറും. അതുകൊണ്ടാണ് ഈ എഐയും കൂടെ ചേരുമ്പം, സ്പേസ് ടെക്നോളജി എഐയും കൂടെ ചേരുമ്പോൾ ഒരുപാട് വളരെ വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, ബിസിനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സ്പേസ് ബേസ്ഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡേറ്റ, ആസ് യു സെഡ്, ഡേറ്റ എന്ന് പറയുന്നതാണ് ഇപ്പം പുതിയ ഇൻഫ്രാസ്ട്രക്ചർ. ഡേറ്റ ഫ്രീ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ തന്നെ എയിം എന്താണ്? ഒന്ന് മൊബൈലിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ അത് ഫ്രീ ആക്കി കൊടുക്കണമെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്ര ഫ്രീ ആക്കുമോ അത്രത്തോളം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് ഇതെല്ലാം വരുന്നത്? പണ്ട് ഡേറ്റ അക്സസിബിൾ അല്ല, ഡേറ്റയ്ക്ക് ഭയങ്കര വില കൊടുക്കണമായിരുന്നു. ഇപ്പോൾ ഡേറ്റ അക്സസിബിൾ ആണ്, വില കുറവാണ്. അപ്പോൾ അതിനേക്കാൾ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ അതിനെക്കൊണ്ട് ബിസിനസ് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഡേറ്റയും കൂടി നമ്മൾ ചെയ്ത്, ഇൻ്റർനെറ്റും വേണം, ഇൻ്റർനെറ്റ് ഡേറ്റയും അതുപോലെ തന്നെ സ്പേസ് ഡേറ്റയും കൂടി ആക്സസ് ചെയ്ത് AI ടെക്നോളജിയിലും കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ മോഡൽസാണ് നമുക്ക് വരേണ്ടത്. അത് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഏത് യങ്സ്റ്ററിനും വളരെ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ, ഇപ്പോഴത്തെ ബിസിനസ്സുകളുടെ ഗുണം അതാണ്, നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും പ്രൂഫ് ആക്കി കൊടുക്കണ്ട. നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി മാത്രം പ്രൂവ് ആക്കിയാൽ മതി. നമുക്ക് എന്ത് ബിസിനസ്സും നമുക്ക് ചെയ്യാം. പ്രൊഹിബിറ്റഡ് അല്ലാത്ത ഏത് ബിസിനസ്സും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ സ്പേസ് ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനാണ് കൂടുതൽ പേരും ചെയ്യേണ്ടത്. അത് സ്കൂൾ തലത്തിൽ നിന്നേ തുടങ്ങാം. 5ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ തുടങ്ങാം. അല്ലാതെ ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കൊരു 20 വയസ്സ് 25 വയസ്സിലാണ് ബിസിനസ് തുടങ്ങുന്നത്. ടോട്ടലി റോങ്. നമുക്ക് ബിസിനസ് ചെയ്യണമെന്ന് മൈൻഡിലുണ്ടോ, നമ്മൾ രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു 10 വയസ്സിൽ 12 വയസ്സ് തൊട്ട് നമുക്ക് ആ ആറ്റിറ്റ്യൂഡിലേ അറിയാൻ പറ്റും. ആ ബിസിനസ് ആറ്റിറ്റ്യൂഡ് ഒരു 15 വയസ്സാകുമ്പം മെച്ചുറേഴ്സ് ആവും ഐഡിയ. അവിടെ ആ രീതിയിലായിരിക്കണം നമ്മുടെ വിഷൻ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൺട്രി തന്നെ മാറും. ഈ ഡേറ്റ എല്ലാം ആക്സസ് ചെയ്യും, ചേഞ്ചസ് ഉണ്ടാവും. ആദ്യത്തെ സാറ്റലൈറ്റ് വിക്ഷേപിച്ച് ഈ 2026 വരെ ബാക്കിയുള്ള കമ്പനികൾ ഏകദേശം ഒരു 11,000 സാറ്റലൈറ്റ്സ് ഇതുവരെ വിക്ഷേപിച്ചിട്ടുള്ളൂ. സ്പേസ് എക്സ് വന്നു കഴിഞ്ഞിട്ട് വിതിൻ 3-4 ഇയേഴ്സ് 2019 തൊട്ട് അവർ ഓൾമോസ്റ്റ് 11,000 മുകളിൽ 14,000ഓളം അവർ മാത്രം വിക്ഷേപിച്ചു. ഇപ്പോൾ നിയോയിലാണ് കൂടുതൽ അവർ വിക്ഷേപിക്കുന്നത്, ലോ എർത്ത് ഓർബിറ്റ്. ലോ എർത്ത് ഓർബിറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകതയും അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജും, ഭൂമിക്ക് അടുത്താണ്. ഏകദേശം 400 to 550, 600 കിലോമീറ്റേഴ്സിലാണ് ഈ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത് സാറ്റലൈറ്റ് പോകുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയ കുറവായിരിക്കും, പക്ഷേ ക്ലാരിറ്റി കൂടുതലായിരിക്കും, കമ്മ്യൂണിക്കേഷൻ വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഹൺഡ്രഡ്സ് ഓഫ് സാറ്റലൈറ്റ്സ് വിടുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ആ റെവല്യൂഷൻ, അതിലേക്കുള്ള ടെക്നോളജി ആക്സസ് ചെയ്ത് ഒരു കാര്യം. രണ്ടാമത് സ്പേസ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ഇപ്പോൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി തന്നെ അവർ മാറ്റി. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ചെയ്യുന്നത് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷനാണ്. ഒരു റോക്കറ്റ് ഉണ്ടാക്കുന്നതിന് നിർത്തി അതിലോട്ട് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് അപ്പം നമ്മൾ അതിനകത്ത് കയറി നിന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂജ് കോസ്റ്റ് ഇൻവോൾവ് ആണ്. ഇവരത് ഹൊറിസോണ്ടൽ അസംബ്ലി തുടങ്ങി, വെഹിക്കിള് കിടത്തി അങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത്. അപ്പോൾ കോസ്റ്റ് കുറവാണ്, എന്നിട്ട് അതിനെ പൊക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോസസ്സിലായാലും പലതിലും ടെക്നോളജിയിലായാലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നതാണ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിയത്. ഇതാണ് പ്രൈവറ്റ് സെക്ടർ വരുന്നതിനുള്ള ഗുണം. ഇന്ത്യയിൽ അവിടെ 80s-ലും 90s-ലും തുടങ്ങിയത്, ഇന്ത്യയിൽ ഇപ്പോൾ 2023-ൽ സ്പേസ് പോളിസി വന്നപ്പോൾ ഇനി ആ റെവല്യൂഷനാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. ഇനി കോമ്പറ്റീഷൻ കൂടുമ്പോൾ
കമ്പനീസ് എന്ത് ചെയ്യും, പുതിയ പുതിയ ടെക്നോളജീസ്, പുതിയ ഇന്നൊവേഷൻ, ഇസ്രോ ആയിട്ട് ചേർന്നുകൊണ്ട് തന്നെ നിന്നുകൊണ്ട് കുറേ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അത് കോസ്റ്റ് കുറയ്ക്കും, പ്രൊഡക്ടിവിറ്റി കൂട്ടും, പ്രൊഡക്ഷൻ കൂട്ടും. ഇതാണ് സംഭവിക്കുന്നത്. ഈ ന്യൂറോ എക്കണോമിക്സ് സ്പേസിലോട്ട് പോകുമ്പോൾ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ആദ്യം പബ്ലിക്കിന് മനസ്സിലാവുക എന്താ ഈ ന്യൂറോ എക്കണോമിക്സ്. എക്കണോമിക്സ് നമുക്കെല്ലാം അറിയാം. ഇനി ന്യൂറോയോളജി എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് സ്ഥിതിയാണ്. ബ്രെയിനിനെ പറ്റിയും ഞരമ്പുകളെ പറ്റിയും ഒക്കെ പറയുന്ന ഒരു ശാസ്ത്രശാഖയാണ്, സയൻസാണ് പ്യുവർ. ന്യൂറോ എക്കണോമിക്സ് അതിന് അടിസ്ഥാനപരമായിട്ട് ബേസിക്കായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വലിയ മാളിൽ പോയി ഷോപ്പിംഗ് നടത്താൻ ശ്രമിക്കണം. സ്റ്റാൻഫോർഡ് നടത്തിക്കുന്ന സ്റ്റഡിയിൽ പറയുന്നത് ഏകദേശം 70-80% സാധനങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതോ വാങ്ങിക്കുന്നതെല്ലാം ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ എന്താണ്, ഏതെങ്കിലും ഒരു ഷോപ്പിൽ, ചില ഷോപ്പുകളിൽ ചെല്ലുമ്പം ചില പ്രത്യേക തരം മ്യൂസിക് അവർ പ്ലേ ചെയ്യും. ഇത് നമ്മളെ പർച്ചേസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ നമ്മുടെ ഹോർമോൺസിൻ്റെ ലെവലിനെയും നമ്മുടെ ബ്രെയിനിൻ്റെ കണ്ടീഷനെയൊക്കെ മാറ്റാറുണ്ട്. അതാണ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വളരെ ഫാസ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യും, ചിലത് വളരെ സട്ടിലായിട്ടുള്ള സോഫ്റ്റ് മ്യൂസിക് പ്ലേ ചെയ്യും. ഇതെല്ലാം മെൻ്റൽ കണ്ടീഷനെ മാറ്റുകയും ഡിസിഷൻ മേക്കിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എക്കണോമിക് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മുടെ ന്യൂറോ, അതായത് നമ്മുടെ ബോഡി കണ്ടീഷൻസ്, ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് അഫക്റ്റ് ചെയ്യുന്ന, അത് കണക്ട് ചെയ്ത് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ന്യൂറോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പലപ്പോഴും ഡിസിഷൻ എടുക്കുന്നത് ബേസ്ഡ് ഓൺ നമ്മുടെ റിസ്ക്, അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, നമ്മുടെ അല്ലെങ്കിൽ അതിന് കിട്ടുന്ന റിവാർഡ്. ഞാൻ പറഞ്ഞ പണമായിട്ടുള്ളത് മാത്രമല്ല, പല രീതിയിൽ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ റിസ്ക്, അൺസർട്ടനിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ റിവാർഡ്, അല്ലെങ്കിൽ കോർഡിനേഷൻ ആൻഡ് കോപ്പറേഷൻ, ഈ വക കാര്യങ്ങളെല്ലാം കൂടി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഡിസിഷൻസ് വരുന്നത്. ഇത് എർത്തിലെ കണ്ടീഷനിൽ ഓക്കെയാണ്. നമ്മുടെ ശരീരത്ത് നമ്മുടെ ചേഞ്ചസ് വരുന്നത് നമുക്കറിയാം. നമ്മൾ എർത്തിലെ ഗ്രാവിറ്റിക്ക് വേണ്ടി ജനിച്ചവരാണ്. അപ്പോൾ നമുക്കിത് ചേഞ്ചസ് നമുക്കറിയാം. ഓരോരുത്തർക്ക് ഇപ്പോൾ മെലോട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെ പറ്റി നമുക്കറിയാം. നമുക്ക് കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും കൂടുതൽ സന്തോഷം വരുമ്പോഴും നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക, അത് ബാലൻസ് ചെയ്യുകയും ചെയ്യുന്നു. അഡ്രിനാലിൻ ഗ്ലാൻഡ് ഉണ്ട്, അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഈ പല ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയെ ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസിഷനും, ഇത് എക്കണോമിക് ഡിസിഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, എർത്തിൽ തന്നെ ചിലർ സേവ് ചെയ്യുന്നത് കൂടുതലായിരിക്കും, ചിലരുടെ മെൻറ്റാലിറ്റി വേറെ ആയിരിക്കും. ഇതെല്ലാം ഇതിനെ ബാധിക്കുന്നതാണ്. സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അൺസർട്ടി, നമ്മുടെ റിസ്ക്, ഇതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ആയാലും നമ്മുടെ സേവിങ് ബിഹേവിയർ ആയാലും എല്ലാം നോക്കുന്നത്. ന്യൂറോ എക്കണോമിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വിശന്നിരിക്കുമ്പോൾ പർച്ചേസ് ചെയ്യുമ്പം അവിടുന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ EEG എടുക്കുക, അല്ലെങ്കിൽ ഈ ബ്ലഡ് പ്രഷറുകൾ നോക്കുക. ഈ നോക്കുമ്പം ഉണ്ടാകുന്ന വേരിയേഷൻസ് അനുസരിച്ച് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം പല ഹോർമോൺസും അതുപോലെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്തിട്ട് ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം കമ്പനീസിനെല്ലാം വളരെ ആവശ്യമുള്ളത് പ്രോഡക്ട്സ് സെല്ല് ചെയ്യുമ്പം ഏതാണ് റൈറ്റ് ടൈമിൽ ആൾക്കാർ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്, അവരുടെ ബിഹേവിയറൽ എപ്പോഴാണ് വരുന്നത്, ആ രീതിയിൽ അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് ഇപ്പം പലപ്പോഴും പ്രോഡക്ട്സ് തന്നെ ലോഞ്ച് ചെയ്യാറുള്ളത്. സ്പേസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്, സ്പേസ് ന്യൂറോ എക്കണോമിക്സ്. കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യൻ്റെ ശരീരം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം ഗ്രാവിറ്റിയിൽ ബേസ് ചെയ്താണ് നമ്മുടെ എല്ലാം. നമ്മൾ സീറോ ഗ്രാവിറ്റി സിറ്റുവേഷൻ അല്ല, അഥവാ മൈക്രോ ഗ്രാവിറ്റി സിറ്റുവേഷനിലേക്ക് മാറുമ്പോൾ നമ്മുടെ ബോഡി ചേഞ്ചസ് ഉണ്ടാവും. നമ്മുടെ ബോഡി ഫ്ലോട്ടിങ്ങിലായിരിക്കും, ഇന്റേണൽ ഓർഗൻസ് വരെ ഫ്ലോട്ടിങ്ങിലായിരിക്കും. ഇങ്ങനെ വരുമ്പം നമ്മുടെ ഓരോ ഹോർമോൺസ് ഉൽപ്പാദനവും വേരി ചെയ്യും. അത് ബ്രെയിനിൽ നിന്നുള്ള, പിറ്റ്യൂട്ടറി എന്നുള്ളതായാലും അഡ്രിനാലിൻ എന്നുള്ളതായാലും ഏത് ഹോർമോൺസ് ആയാലും അതിൻ്റെ ഈ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഡിക്കേഷൻസും ഫങ്ഷൻസും മാറും, ഡിസിഷൻസ് മാറും. എന്തുകൊണ്ടാണ് സ്പേസ് ന്യൂറോ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു മിഷൻ പോകുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള സംഗതികളാണ് സ്പേസിൽ അസ്ട്രോനോട്ട് പോകുന്നു, റിസോഴ്സസ്, ഒന്ന് ഫുഡിൻ്റെ റിസോഴ്സസ് ഉണ്ട്, ഫ്യൂവൽ റിസോഴ്സസ് ഉണ്ട്, പിന്നെ മിഷൻ കൺട്രോൾസ്, ഇതെല്ലാം അവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സീറോ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ നമ്മുടെ റിസ്ക് വേറെയാണ്, നമ്മുടെ അൺസർട്ടനിറ്റി വേറെയാണ്, നമ്മുടെ ബോഡി ഫ്ലോട്ടിങ് ആണ്. അങ്ങനെ വരുമ്പം ചില സമയത്ത് കൂടുതലായിട്ട് റിസോഴ്സ് ഉപയോഗിക്കുകയോ കുറച്ച് റിസോഴ്സ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ പല രീതിയിൽ മിഷൻ കൺട്രോൾ ഫെയിൽ ആവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്, പർട്ടിക്കുലർലി ലോങ് ടേം മിഷൻസിൽ. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുക.
എന്ത് രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന്. നിങ്ങൾ ചിലപ്പം സ്പേസ് ഫുഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതിനെ വളരെ എക്കോണമൈസ് ചെയ്താണ് യൂസ് ചെയ്യുന്നത് ഓരോ തവണ എന്തെന്നുള്ളത്. നമുക്ക് ഒരുപാട് ഫുഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല വെയിറ്റിൻ്റെ പ്രശ്നം കാരണം. അപ്പോൾ അത് ഇപ്പം 6 മാസത്തെ മിഷന് പോകുന്നു, ആ ഫുഡെല്ലാം 1 മാസം കൊണ്ട് തീർന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയെന്ന് വരത്തില്ല. ആ ഡോക്കിങ് അൺഡോക്കിങ് എല്ലാം ആക്ച്വലായിട്ട് നടന്നാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നേരത്തെ റീസെന്റ് പെട്ടുപോയതാണ്. അപ്പം അതുകൊണ്ട് അത് മിഷൻ വളരെ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇതിനെപ്പറ്റി അറിയേണ്ടതും ആ ഡിസിഷൻ എടുക്കേണ്ടതും, അപ്പം വേറെ കൂടാതെ തന്നെ അവിടെ നിന്നുള്ള എക്സ്പെരിമെന്റ്സ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യന്റെ ആ ചെയ്യുന്ന ആസ്ട്രോനോട്ടിന്റെ ഡിസിഷൻസ് എങ്ങനെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് സ്പേസ് ന്യൂറോ എക്കണോമിക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫ്യൂച്ചറിൽ സ്പേസ് കോളനീസ് എന്ന് പറയുമ്പോഴും ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ ഒരു ക്യാപ്സൂളിനകത്ത് കൺഫൈൻഡ് ആയിട്ട് 2 പേര് മാത്രം ഇരിക്കുന്നു ഒരു 25 ദിവസം 50 ദിവസം. അപ്പോൾ അവരുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും, അവരുടെ അങ്ങോട്ടുള്ള പെരുമാറ്റം ചേഞ്ച് ചെയ്യും. ഇവിടുത്തെ മാതിരി ആയിരിക്കത്തില്ല. അപ്പോൾ ആ ചേഞ്ചസിനനുസരിച്ച് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്, എന്താണ്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് തന്നെ നടത്തിയെന്ന് വരാം. നമുക്കറിയത്തില്ല. പല രാജ്യത്തെ 2 കൾച്ചറിലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും 4-5 പേര്. അങ്ങനെ ആകുമ്പോൾ അവരെന്തായാലും അവരുടെ ബിഹേവിയർ വരുന്നത്. ഇത് ന്യൂറോയിൽ പഠിക്കും, ന്യൂറോളജി പഠിക്കും. അതിൻ്റെ എക്കണോമിക് വശങ്ങൾ, എക്കണോമിക് ഡിസിഷൻ മേക്കിംഗ് കൂടി ചേർത്ത് പഠിക്കുമ്പോഴാണ് അത് സ്പേസ് ന്യൂറോ എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖയാണ്. സ്പേസിലേക്ക് എത്തുമ്പോൾ ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാക്ഷൻ പെർസെപ്ഷൻ മാറും, നമ്മുടെ ബിഹേവിയർ മാറും, നമ്മുടെ ബയസ് മാറും, റിസ്ക് പെർസെപ്ഷൻസ് മാറ്റം ഉണ്ടാവും, പിന്നെ കോപ്പറേഷൻ മാറും, ട്രസ്റ്റ് ഡൈനാമിക്സ് മാറും. നമ്മൾ ഭൂമിയിൽ നമ്മൾ ഇരിക്കുമ്പം ഗ്രാവിറ്റിയിൽ ഉള്ള ട്രസ്റ്റ് മാതിരി അല്ല, പഠനങ്ങളുള്ളതാണ്. നമ്മുടെ സ്പേസിൽ എത്തുമ്പോൾ നമ്മുടെ ട്രസ്റ്റിൻ്റെ ഡൈനാമിക്സേ മാറും. കാരണം എന്തുകൊണ്ടാണെങ്കിലും ഹോർമോൺ വേരിയേഷൻസ് വരുന്നതുകൊണ്ടാണ്. ഈ ബാലൻസുകളെല്ലാം മാറുമ്പം ഇതിനനുസരിച്ച് നമ്മുടെ ബിഹേവിയർ മാറും. ഈ ബിഹേവിയർ മാറുന്നതിനെ എല്ലാം കൺട്രോൾ ചെയ്യണം. ചിലപ്പം ഹോർമോൺ അഡ്മിനിസ്റ്റർ ചെയ്തായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ് ഉണ്ടായി കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ പരസ്പരം സൈക്കോളജിക്കലായിട്ടോ സോഷ്യലായിട്ടോ ഉള്ള ബിഹേവിയറൽ ട്രെയിനിങ് കൊടുത്ത് കൺട്രോൾ ചെയ്യും. അതാണ് ഈ ട്രെയിനിങ്ങിൽ പലതും ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യും. കൂടാതെ ഈ ഇക്കണോമിക് ബിഹേവിയറിലും കൺട്രോൾ ചെയ്യണം. ആ കൺട്രോൾസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്യൂട്ടബിളായിട്ട് നമുക്ക് ജീവിക്കാൻ സ്യൂട്ടബിളായിട്ട് ആക്കുന്ന രീതിയിലൊക്കെയാണ് സ്പേസ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇവരുടെ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരുന്നത്, ഡിസിഷൻസ് മാറുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പല രാജ്യങ്ങളും ആസ്ട്രോനോട്ട്സിനെ വിട്ടിട്ടുണ്ട് വർഷങ്ങളോളം. അപ്പം 1 വർഷവും 1.5 വർഷവും ഒക്കെ പോയി നിന്നവരുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ബോഡി ചേഞ്ചസ്, ഈവൻ മസിൽ ലോസ് ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ മസിൽ ലോസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഹാർട്ടിന് ചുറ്റുമുള്ള മസിലും ലിവറിന് ചുറ്റുമുള്ള മസിലും ബോഡിയിൽ പുറത്ത് കാണുന്ന നമ്മുടെ മസിൽ മാത്രമല്ല, വേറെ ഒരുപാട് തരം മസിലുകൾ മാറുമ്പം അവിടെ എല്ലാം ഈ ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ ഹോർമോൺസ് ആണ് നമ്മുടെ ബാലൻസിങ്ങിനെ നിർത്തുന്നത്, പല പല കാര്യങ്ങൾ. അപ്പോൾ ഇത് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഡിസിഷൻസും നമ്മുടെ ബിഹേവിയറും ട്രസ്റ്റും റിയാക്ഷനും ഡിസിഷൻ മേക്കിങ്ങും നമ്മുടെ ഇവിടെ ഇപ്പം റോഡിൽ കൂടെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു, പെട്ടെന്ന് ഒരാൾ ചാടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് അപ്ലൈ ചെയ്ത് വളരെ സഡൻ ബ്രേക്ക് നിർത്തും. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ മൈക്രോ ഗ്രാവിറ്റി സിറ്റുവേഷനാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നതെന്ന് വിചാരിച്ചോളൂ, അവിടെ ഓടിക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അവിടുത്തെ ബിഹേവിയർ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുപോലെ വളരെ ക്രിട്ടിക്കൽ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് സീറോ ഗ്രാവിറ്റി അല്ലെങ്കിൽ മൈക്രോ ഗ്രാവിറ്റി സിറ്റുവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് എങ്ങനെയാണ് നേരത്തെ അഡ്വാൻസ് ആയിട്ട് പഠിക്കുക. നമ്മൾ ഒരിക്കലും മനുഷ്യനെ നമുക്ക് ഒരു ഡെലിബറേറ്റ് ആയിട്ട് ആ സംഭവിക്കുമെന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അതിനെല്ലാം പ്രൊട്ടക്റ്റീവായിട്ടുള്ള റിസർച്ച് ചെയ്ത് അതിനെ പ്രൊട്ടക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആസ്ട്രോനോട്ടായിട്ട് നമ്മൾ. അതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇത് വളരെ വലുതായിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിപ്പം ഒരു സ്പേസ് ഏജൻസിക്ക് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല, അവരുടെ കേപ്പബിലിറ്റിയിലുള്ളതല്ല. അതുകൊണ്ട് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഡസ്ട്രിയുമായിട്ടെല്ലാം കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിൽ സ്പേസ് ഈ വക കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. IIST ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നിംഹാൻസസ്, അല്ലെങ്കിൽ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു പ്രോജക്റ്റുകളായിട്ട് ഇതെല്ലാം ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ബേസ് ചെയ്താണ് ഈ പേലോഡ് ഡെവലപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ആ ക്യാപ്സൂൾ മോഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് ആസ്ട്രോനോട്ട്സിനെ വിടാൻ പോകുന്നത്. അത് എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ എങ്ങനെയായിരിക്കും നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്? ഈ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് പഠിക്കാൻ സ്പേസിൽ പോയി പഠിക്കാൻ പറ്റില്ല. അതിൽ പോകുന്നത് തന്നെ റിസ്ക് ആണ്. ഇപ്പം പോയി തുടങ്ങിയെങ്കിലും, പക്ഷെ അത് പഠിക്കുന്നത് ഐസൊലേറ്റഡ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും എർത്തിൽ തന്നെ.
സീറോ ഗ്രാവിറ്റി സിറ്റുവേഷൻസ് ഉള്ള സ്ഥലങ്ങൾ, നമുക്കറിയാം റഷ്യയിലൊക്കെ വളരെ സെക്കൻഡ്സിൽ സീറോ ഗ്രാവിറ്റി സിറ്റുവേഷൻസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഐസൊലേറ്റഡ് എൻവയോൺമെൻറ്റിൽ നോർത്ത് പോൾ സൗത്ത് പോൾ പോലെയുള്ള സ്ഥലങ്ങളിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ലഡാക്കിൽ ഒരു ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ട്. അവിടെ കൺഫൈൻമെൻറ്റ് എൻവയോൺമെൻറ്റിൽ ആരും ഒരു സംഗതി ഇല്ലാതെ ഓപ്പൺ കിലോമീറ്ററുകളോളം ഓപ്പൺ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് ഒരു സ്ഥലത്ത് 2 പേരെ മാത്രം വെച്ചിട്ട് ക്യാമറകൾ വഴി ഒബ്സർവ് ചെയ്യും. അവരുടെ ബിഹേവിയറും അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തമ്മിൽ തന്നെ അല്ലെങ്കിൽ വേറൊരാളും കൂടെ നിന്ന് ബ്ലഡ് സാമ്പിൾസ് എടുക്കുക, അവിടെ ഹാർട്ട് മോണിറ്റർ ചെയ്യുക, വേരിയസ് മെക്കാനിസംസ് ഉണ്ടാവും. ഇത് വെച്ച് നമുക്ക് ട്രെൻഡുകൾ അറിയാൻ പറ്റും. അവരുടെ ഡിസിഷൻ എങ്ങനെയാണ് അവരെടുക്കുന്നത്, എന്താണ്. ലോങ് ടേം പ്രോസസ്സാണ് ഇത്. ആ രീതിയിൽ ഓരോരോ രീതിയിൽ മാറിയാലേ നമുക്ക് ഫ്യൂച്ചറിൽ കോളനികളായിട്ട് താമസിക്കാനും ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുമ്പോഴും ഉണ്ടാകുന്ന ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കും, അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് സ്പേസിലും ഇപ്പം നമ്മൾ പല എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. നാസയൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് ആസ്ട്രോനട്സ് പോകുമ്പോൾ പല എക്സ്പെരിമെൻറ്റ്സ് അവർ തന്നെ തനിയെ ചെയ്യുന്നുണ്ട്. അവരുടെ ഇതിനെ പറ്റിയും അതിനുള്ള മെഷീൻസ് ഉണ്ടാക്കി നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട്. അത് ഇന്ത്യയും ഇനി അടുത്ത മിഷനിലൊക്കെ ഇന്ത്യയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയും പല ഇപ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്ത് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പല എക്സ്പെരിമെൻറ്റ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ശാസ്ത്രശാഖയാണ്. അപ്പം എൻ്റെയും ഇൻട്രസ്റ്റ് വളരെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ലെവലിലേക്ക് പോയിട്ടില്ല, തിയററ്റിക്കൽ ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ലെവലിലേക്ക് ചെയ്തത്. അതിൽ കൂടുതലായിട്ട് ഇത് എല്ലാവരുടെയും ഒരു അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. യങ്സ്റ്റേഴ്സ് ഇങ്ങനെയുള്ള മേഖലകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ന്യൂറോ എക്കണോമിക്സ് പോലെയുള്ള ഏരിയയും നമ്മൾ വളരെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഫ്യൂച്ചറിൽ വളരെ വലുതാണ്. എർത്തിലും ഉപയോഗമുണ്ട്, സ്പേസ് ന്യൂറോ എക്കണോമിക്സ് സ്പേസിലും വളരെ ഉപയോഗമുള്ളതാണ്. ഈ സ്പേസ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതൊരു ബിസിനസ് കൂടെയാണല്ലോ. പല രാജ്യങ്ങൾക്കും അതൊരു ബിസിനസ് മോഡൽ കൂടെയാണ്. ഒരു സ്പേസ് ടൂറിസമായിട്ട് വരുമ്പോൾ ഇതിൽ ഒത്തിരി ആൾക്കാർ ഈ രീതിയിൽ ഒരു ബിസിനസ് സൈഡിൽ ഈ ഒരു ന്യൂറോ എക്കണോമിക്സിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും എടുക്കും. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പോൾ പ്രൈസിങ്. നമ്മളിപ്പോൾ സ്പേസ് ടൂറിസ്റ്റിന് എങ്ങനെ പ്രൈസ് ചെയ്യും? ആക്ച്വൽ റിസ്ക്കും പെർസീവ്ഡ് റിസ്ക്കും എന്ന് പറയും. അത് നമ്മൾ പെർസീവ്ഡ് റിസ്ക്, ഇപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടുന്ന് ഒരു സ്ഥലം കാണാൻ പോകുന്നത് പോലെയല്ല സ്പേസിലേക്ക് പോകുന്നത്. അപ്പോൾ സ്പേസിലേക്ക് പോകുമ്പോൾ ആ പോകുന്ന മനുഷ്യൻ്റെ റിസ്ക് എത്രത്തോളം, അയാളുടെ ചിന്താഗതി എങ്ങനെയാണ്, അയാളുടെ അൺസർട്ടൺ സിറ്റുവേഷൻ, ഈ സംഗതികളെല്ലാം വെച്ചുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് പ്രൈസിങ് നടത്തുന്നത്, ട്രാവൽ. അതുകൂടാതെ തന്നെ എന്താണ് ഈ ആൾ പോകുമ്പോൾ ഉണ്ടാകുന്ന വേരിയേഷൻസ്, അത് സയൻറ്റിഫിക്കലി ഞാൻ പറയുന്നത് പ്രൈസിങ്ങിൽ ഉൾപ്പെടെ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പ്രോഡക്റ്റ് പ്രൈസിങ്ങിൽ ഉൾപ്പെടെ. അപ്പോൾ അതിലെങ്ങനെയാണ്, അത് എന്തൊക്കെ രീതിയിലാണ് എക്സ്പെക്റ്റേഷൻസ്, റിസ്ക് ഏതൊക്കെ രീതിയിൽ വരാൻ വേണ്ട, അൺസർട്ടനിറ്റി എങ്ങനെയാണ്, അതനുസരിച്ചാണ് പ്രൈസ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം, നമ്മൾ ഇവിടെ എർത്തിലുള്ള ഒരു സംഗതിക്കാണ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ പ്രീമിയം 0 to 1 ആണ് റിസ്ക്, അല്ലെങ്കിൽ പ്രീമിയം അതിനനുസരിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്പേസിലൊരു അസറ്റ്, ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുമ്പം റിസ്ക് എന്ന് പറഞ്ഞാൽ എയ്തർ 0 or 1 ആണ്. ഇതിൻ്റെ ഇടയിലുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല, ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ നോൺ സക്സസ്. പക്ഷേ നമ്മൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൃഷിയുടെ ഇൻഷുറൻസ് എന്നോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ 0 to 1 ഇടയ്ക്കാണ് ആ റിസ്ക്, ഏത് വേണോ ആവാം. അതുകൊണ്ടാണ് നമുക്ക് ആ റിസ്ക് സ്പ്രെഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ സ്പേസ് കാര്യങ്ങളിൽ വരുമ്പോൾ റിസ്ക് സ്പ്രെഡ് ചെയ്യാനുള്ള അവസരങ്ങളില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെയൊക്കെ ന്യൂറോ എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസ്ക് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അൺസർട്ടനിറ്റി എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനനുസരിച്ച് പ്രോഡക്റ്റ് പ്രൈസിങ് ഒരു കാര്യം. അതുകൂടാതെ തന്നെ ഈ ആൾക്കാരുടെ കണ്ടീഷൻസ്, അവരുടെ ഡിസിഷൻസ്, തീരുമാനങ്ങൾ, അവിടെ കൂടുതൽ ദിവസം താമസിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ഇത് സൈക്കോളജിക്കലായിട്ടും പഠിക്കാറുണ്ട്. അത് സ്പേസ് സൈക്കോളജി വേറെ ഉണ്ട്, സ്പേസ് സോഷ്യോളജി ഉണ്ട്. അതുപോലെയാണ് സ്പേസ് ന്യൂറോ എക്കണോമിക്സ്. സ്പേസ് എക്കണോമിക്സ് പോലെ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് ആണ് പുതിയൊരു ശാഖ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഏകദേശം നമ്മൾ നോക്കിയാൽ എല്ലാം, ഇപ്പോൾ സ്പേസ് പോളിസി, സ്പേസ് ലോ, ഇങ്ങനെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട് കംപ്ലീറ്റ് സബ്ജക്ട്സും, സ്പേസ് ബേസ്ഡ് അഗ്രികൾച്ചർ, ഇതെല്ലാം ഇങ്ങനെ സ്പേസ് ബേസ്ഡായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതിൻ്റെ അർത്ഥം സ്പേസ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി അല്ല, ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് ഫോർ എൻ എക്കോണമി. സ്പേസും സ്പേസിൻ്റെ ടെക്നോളജിയും സ്പേസിൻ്റെ ഡേറ്റയും ഒരു എക്കോണമിയെ സംബന്ധിച്ചോളം ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇതുവരെ നമ്മൾ പണ്ട് സാധാരണ ജനം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് സ്പേസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ സ്പേസിൽ പോകുന്നു, അവരെന്തൊക്കെയോ ഫാൻറ്റസി ആയിട്ട് ചെയ്യുന്നു, അവരെന്തൊക്കെയോ ടെസ്റ്റ് ചെയ്യുന്നു, എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു, അവർക്ക് പേപ്പർ പബ്ലിഷ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല. നമ്മുടെ ഏത് രാജ്യത്തിൻ്റെ ആയാലും നമ്മുടെ രാജ്യത്തിനുൾപ്പെടെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ മാറ്റം വരുത്താനും ജനങ്ങൾക്ക് കൂടുതലായിട്ടുള്ള സർവീസസ് കൊടുക്കാനും കൂടുതൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ റോഡ് അല്ലെങ്കിൽ സീ പോർട്ടോ ഒക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഒരു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ് സ്പേസ് ടെക്നോളജി കേപ്പബിലിറ്റി. ഇതുണ്ടെങ്കിൽ മാത്രമേ എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ. സ്പേസ് ന്യൂറോ എക്കണോമിക്സ് ഇത് എവിടെ പഠിക്കാൻ പറ്റും? ഇന്ത്യയിൽ പഠിക്കാനുള്ള സാധ്യത കുറവാണ്.
ഇപ്പോൾ യു എസിലും യൂറോപ്യൻ കൺട്രീസിലുമാണ് ഉള്ളത്. ഇന്ത്യയിൽ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് അങ്ങനെ ഡെവലപ്പ് ചെയ്ത ശാസ്ത്രശാഖയല്ല. ഓൺലൈനായിട്ട് കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സസ് ജോയിൻ ചെയ്യാം. പക്ഷേ അത് എക്സ്പെരിമെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുന്ന് തന്നെ എനിക്കറിയാവുന്ന സ്റ്റുഡൻസ് പോകുന്നത് UK പഠിക്കുന്നവരുണ്ട്, സ്പേസ് ന്യൂറോ എക്കണോമിക്സ് പഠിക്കുന്നവരുണ്ട്, അതിൻ്റെ PhD ചെയ്യുന്നവരുണ്ട്, US പക്ഷേ ഇന്ത്യയിലേക്ക് ഇനി പതുക്കെ വരികയാണ്. കാരണം ഇന്ത്യയിൽ വരാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇനി ഗഗൻയാൻ പ്രോഗ്രാം പോലുള്ള പ്രോഗ്രാം വരെയും ഹ്യൂമൻ മിഷൻസും സ്പേസ് ടൂറിസവും ഒക്കെ വരുമ്പോൾ സ്പേസ് ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്പേസ് ബയോളജി തുടങ്ങിയിട്ടുണ്ട്. കോഴ്സായിട്ടല്ല, ഒരു വിഭാഗം തുടങ്ങിയിട്ടുണ്ട്, റിസർച്ച്. അതിൽ PhD സ്റ്റുഡൻസ് ഉണ്ട്. ഇനി കൂടുതൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസും ഫ്യൂച്ചറിൽ വലിയ പ്രോഗ്രാംസും സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസും ഒക്കെ പതുക്കെ വരും. കാരണം ആ ഒരു ടെക്നോളജി വന്ന് അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിൽ കോൺഫിഡൻസ് വരുമ്പോഴാണ് അതിനനുബന്ധമായിട്ടുള്ള കോഴ്സസ്, സ്കിൽ സെറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇനി വളരെ വേഗത്തിൽ വരുന്ന ഒരു മേഖലയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൺലൈൻ കോഴ്സസ്, മീൻസ് ന്യൂറോ എക്കണോമിക്സ് അല്ല ഞാൻ ചോദിക്കുന്നത്, സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന എന്തെങ്കിലും ഓൺലൈൻ കോഴ്സസ് ഇപ്പം ഇവിടെ കറന്റ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്? നമ്മുടെ ഫോറിൻ കോഴ്സസ് തന്നെ ഇപ്പം നമ്മുടെ എന്താണ് മൂക്സ് കോഴ്സസ്, മൂക്കുകൾ, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്ന് പറയുന്ന സംഗതികളിൽ പല കോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പേസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട്, ഗ്ലോബൽ അക്കാഡമി ഉണ്ട്, അവരുടെ കോഴ്സസ് അവൈലബിൾ ആണ്. UN ന്യൂസ എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ട്, യുണൈറ്റഡ് ഔട്ടർ സ്പേസ് ഏജൻസിയാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ. അവർ ചില കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇൻസ്പേസ് ചില സമയങ്ങളിൽ കോഴ്സുകൾ നടത്തുന്നുണ്ട്. അത് ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ചില കോഴ്സുകളൊക്കെ ലേണിംഗ് പ്രോസസ്സിനായിട്ട് അവൈലബിൾ ആണ്. സർട്ടിഫിക്കറ്റ് അവരുടെ കോഴ്സിൽ കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ ബാക്കിയുള്ള ഈ നേരത്തെ പറഞ്ഞ UN ന്യൂസ അല്ലെങ്കിൽ പുറത്തുള്ള സ്പേസ് അക്കാഡമി, ഗ്ലോബൽ സ്പേസ് അക്കാഡമിയുടെയൊക്കെ, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ സ്പേസ് ഇക്കോണമി ഡിവിഷൻ ഉണ്ട്, അവർ കോഴ്സസ് നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്പേസ് ഇക്കോണമി കോഴ്സസിന് വളരെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ സ്പേസ് ന്യൂറോ എക്കണോമിക്സ് ഇപ്പോഴും വളരെ പരിമിതമായിട്ടാണ് ഉള്ളത്. വല്ലപ്പോഴും ഒക്കെ ഓപ്പൺ ചെയ്യുന്ന കോഴ്സുകളാണുള്ളത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ടറാണ് നമ്മുടെ സെക്യൂരിറ്റി. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ സ്പേസ് എക്കോണമി അല്ലെങ്കിൽ സ്പേസ് ടെക്നോളജീസ് എന്തോരം ഹെൽപ്ഫുൾ ആണ്? വളരെ വലിയ ഹെൽപ്പാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ വലിയ പലതും നമുക്ക് തന്നെ പുറത്തറിയപ്പെടാത്ത എക്സ്ക്ലൂസീവിലായിട്ടുള്ള ഡിഫൻസ് സാറ്റലൈറ്റ്സ് തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് മറ്റ് കൺട്രീസിൻ്റെ റഡാറിൽ കിട്ടാത്ത രീതിയിലുള്ള സാറ്റലൈറ്റ് ടെക്നോളജി നമുക്ക് ഉണ്ട്. അതുപോലെ മറ്റു രാജ്യങ്ങൾക്കും ഉണ്ട്. ഇപ്പം തന്നെ പല എക്സാമ്പിൾസ്, ഞാൻ അതിൻ്റെ പേര് പറയുന്നില്ല, പല എക്സാമ്പിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല അറ്റാക്കുകൾ നമ്മൾ ഇന്ത്യ നടത്തിയതായാലും ഇന്ത്യക്ക് വിജയം വരുത്തിയതായാലും ഉള്ള സംഗതികളിൽ സ്പേസ് ടെക്നോളജി വളരെ വലിയൊരു ഘടകമാണ്. എക്സ്ക്ലൂസീവ് ഓപ്പറേഷൻ, അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം റഡാർ കൺട്രോൾസ്, അല്ലെങ്കിൽ ഡ്രോൺസ് കൺട്രോൾ ചെയ്തത്, അല്ലെങ്കിൽ ഇതുപോലുള്ള വാർഫെയർ എല്ലാം, മോഡേൺ വാർഫെയർ എല്ലാം സ്പേസ് ബേസ്ഡ് ആണ്. സ്പേസിൻ്റെ ഇൻപുട്ടാണ് ഏറ്റവും കൂടുതലായിട്ട്. ഇപ്പം ആർമി, നേവൽ, എയർഫോഴ്സ് കോർഡിനേഷൻ വളരെ എഫക്റ്റീവായിട്ട് നടത്തുന്നതും സ്പേസ് ബേസ്ഡ് സർവൈലൻസ് മെക്കാനിസം കൊണ്ടാണ്. അത് എക്സ്ക്ലൂസീവായിട്ട് വേണ്ടത് ഒരു രാജ്യത്തിന് അത്യാവശ്യമാണ്. ഇന്ത്യക്ക് അതുണ്ട്. ഇന്ത്യ എക്സ്ക്ലൂസീവായിട്ട് മറ്റ് രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടാവണം. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടും. അതിനോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ് എയർ ഡിഫൻസ് അല്ലെങ്കിൽ സ്പേസ് ഡിഫൻസ് മെക്കാനിസം. നമ്മുടെ സാറ്റലൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു കൺട്രി നമ്മുടെ ഒരു സാറ്റലൈറ്റ് അറ്റാക്ക് ചെയ്താൽ നമ്മുടെ പല ആക്ഷൻസും ഇല്ലാതാവും. നമ്മുടെ പല ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പറേഷൻസോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഓരോ കണക്ടിവിറ്റി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് സാറ്റലൈറ്റ് ഡിസ്ഫങ്ഷൻ ആവുന്നത്. ഈ അറ്റാക്ക് എന്ന് പറയുന്നത് സാറ്റലൈറ്റിനെ അറ്റാക്ക് ചെയ്ത് പൊട്ടിച്ച് കളയുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി, അതിൻ്റെ ഡേറ്റ ഷെയറിങ് എബിലിറ്റി, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൂഡ് ചെയ്ത് മറ്റ് തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആക്സസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ അവർക്ക് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഉള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് 24/7 മോണിറ്ററിങ് ആണ് ഈ ഇതിനെല്ലാം ഉള്ളത്. സയൻറ്റിസ്റ്റും അതിൻ്റെ ടെക്നീഷ്യൻസും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഏതെങ്കിലും സ്പേസ് ഓബ്ജക്ട്സ്, അസ്ട്രോയിഡ്സിൻ്റെ കഷ്ണങ്ങളോ മറ്റോ വന്ന് ഈ സാറ്റലൈറ്റ്സിനെ ഇടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പൊട്ടി ഡിസ്ഫങ്ഷൻ, നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി, അത് ചിലവാക്കുന്ന മാത്രമല്ല അതിൻ്റെ ഉപയോഗം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അത് ഇല്ലാതാവുമ്പം എവിടെയാണ് ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യം. അപ്പം സ്പേസ് ഡിഫൻസ് സിസ്റ്റവും വളരെ ഇമ്പോർട്ടൻ്റ്. പ്രൊട്ടക്ട് ചെയ്യുന്നത് അത് നമ്മൾ ബൂസ്റ്റോ ഡീബൂസ്റ്റോ ചെയ്ത് മാറ്റും. അതിൻ്റെ ചാനൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് ചെയ്യാം, അതിൽ ബൂസ്റ്റേഴ്സ് ഉണ്ടാവും.
അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ പൊസിഷൻസ് മേളിലോട്ടോ താഴോട്ടോ മാറ്റി കൊടുക്കും. മറ്റത് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ മാറ്റുമ്പോൾ കൃത്യമായിട്ട് മാറ്റുമ്പോൾ മറ്റേതങ്ങ് പൊക്കോളും. ഇതുപോലെ പല ഡേഞ്ചർ സിറ്റുവേഷനിൽ നമ്മുടെ പല സാറ്റലൈറ്റും എത്തി. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കോസ്റ്റ് സേവിങ് ആണ്. ഇല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരുപാട്, ഈ സാറ്റലൈറ്റ് നഷ്ടപ്പെടുന്ന കോസ്റ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് അതിൻ്റെ ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ നഷ്ടപ്പെടും. ഭൂമിയിൽ നമ്മളല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പലതും നഷ്ടപ്പെടുമ്പം അത് പ്രൈവറ്റ് പാർട്ടീസിനായാലും ഗവൺമെൻറ്റിനായാലും ഒക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇതുപോലെ നമ്മൾ വേറൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പം നമ്മളൊരു സ്പേസ് അസറ്റ് നമ്മൾ ഉണ്ടാക്കി ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു, അപ്പോൾ അബദ്ധത്തിൽ ഫെയിലായെന്ന് വെച്ചോ, നമ്മൾ പലപ്പോഴും പത്രക്കാർ ഉൾപ്പെടെ പറയാറുണ്ട് ഇത് കംപ്ലീറ്റ് ഫെയിലായി, പണം മുഴുവൻ പോയി എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ പണം മുഴുവൻ പോയിട്ടില്ല. നമ്മളിപ്പം ഒരു 500 കോടി രൂപ ചിലവാക്കി ഒരു വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് ഉൾപ്പെടെ നമ്മൾ ഉണ്ടാക്കി ലോഞ്ച് ചെയ്തു, ചിലപ്പോൾ സക്സസ്ഫുൾ ആയില്ല. പക്ഷേ ഈ 500 കോടി രൂപയ്ക്ക് ഏകദേശം 90% അത് സമ്പദ് വ്യവസ്ഥയിൽ ഇറങ്ങിക്കഴിഞ്ഞു പല രീതിയിൽ. അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൊഡക്ഷൻ, അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ മൾട്ടിപ്ലയർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത്രയും പണം എക്കോണമിയിൽ റോൾ ചെയ്തു, അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തു, ഇൻകം ക്രിയേറ്റ് ചെയ്തു, ചില മെറ്റീരിയൽസ് ഡെവലപ്പ് ചെയ്തു, ചില ആൾക്കാർക്ക് ജോലി കിട്ടി. അപ്പോൾ ഇതെല്ലാം ഇമ്പാക്റ്റ് ആണ്. അപ്പം പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതിനകത്തുള്ള ചില ടെക്നോളജീസ് നമുക്ക് നഷ്ടപ്പെട്ടു. അതിന് ഫർദർ ഉപയോഗിക്കാവുന്ന ഡേറ്റ, അതായത് 10 വർഷം ചിലപ്പോൾ ലൈഫ് ഉണ്ടായിട്ട് ഉപയോഗിക്കാവുന്ന സംഗതികൾ നമുക്ക് നഷ്ടപ്പെടും. അത് നഷ്ടമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. പക്ഷെ അല്ലാതെയുള്ള ആക്ച്വലായിട്ട് പൈസ നഷ്ടമല്ല, പക്ഷേ ഒരുപാട് പണം പല രീതിയിൽ അത് പ്രൊഡക്ഷൻ കോസ്റ്റായിട്ട് ഇറങ്ങി കഴിയും എക്കോണമിയിൽ. അത് ഒരു രാജ്യത്തിൻ്റെ അസറ്റ് തന്നെയാണ് അപ്പോഴും. ഇന്ത്യ ഇപ്പോൾ ഒരു മിഷനിലാണ്, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കി നമ്മുടെ സമ്പദ്ഘടനയെ അത് വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് എക്കണോമിയിൽ ഇനിയും നമ്മൾ ആ ഒരു മെയ്ക്ക് ഇൻ ഇന്ത്യ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ എത്രത്തോളം അതിൻ്റെ അകത്ത് അച്ചീവ് ചെയ്യാനുണ്ട്. അതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ലൈക്ക് ഒരുപാട് കമ്പനികൾക്ക് ഇനി ആ ഗ്യാപ്പുകൾ നികത്താനായിട്ട് ഇപ്പം ചില സ്പെയർ പാർട്സുകളാവാം, ആ സ്പെയർ പാർട്സുകൾ ചിലപ്പോൾ പുറത്തുനിന്ന് വരേണ്ടതാവാം. അതിന് പകരം മേക്ക് ഇൻ ഇന്ത്യൻ്റെ ഭാഗമായി അത് ഇന്ത്യയെ തന്നെ നിർമ്മിക്കാം. അപ്പം സാറിൻ്റെ അറിവിൽ വെച്ച് ലൈക്ക് അതിൽ എത്രത്തോളം ഗ്യാപ്പുകളുണ്ട്, അതിൽ എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പേസ് പോലുള്ള ടെക്നോളജി കോപ്പറേറ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയ ഡെവലപ്മെൻറ്റ്സ്. ഇനി നമ്മൾ ഈ പറയപ്പെടുന്ന ഏറ്റവും വലിയ രാജ്യമായ US-നോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ ജപ്പാനോ ഫ്രാൻസിനോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഫ്യൂച്ചർ ടെക്നോളജീസ് മുഴുവൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് പലതും കോപ്പറേറ്റീവ് ആയിട്ട് ഉണ്ടായാലേ പറ്റൂ. കാരണം റിസ്ക് ഷെയർ ചെയ്യാനും കോസ്റ്റ് ഷെയർ ചെയ്യാനും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. എത്ര വലിയ മൈറ്റി കൺട്രി ആയാലും, ഒരുപക്ഷെ മൈറ്റി കൺട്രി ആയിരിക്കും USA, അവരുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരുപക്ഷെ വേണ്ടുന്ന ടെക്നിക്കൽ പൂളുള്ളത് നമ്മുടെ കയ്യിലായിരിക്കും. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നമ്മൾ മാക്സിമം ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിയാൽ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജിയിൽ ഏകദേശം 80%, 75 to 80% നമ്മൾ ഡൊമസ്റ്റിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത്. വളരെ കുറഞ്ഞ് മാത്രമേ ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ അപ്ഡേറ്റഡ് അല്ല, 2 years ബാക്ക് വരെയുള്ള നോക്കിയാൽ 80 to 85% നമ്മൾ ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജി, ലോഞ്ച് വെഹിക്കിൾ നമ്മൾ ഇവിടുത്തെ സംഗതികൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് ടെക്നോളജി ഏകദേശം ഒരു 65-70% എത്തിയിട്ടുള്ളൂ. ഇപ്പോഴും നമ്മൾ ക്യാമറ ആയാലും ചില മെറ്റീരിയൽസ് ആയാലും ഒക്കെ പുറത്തുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില ചിപ്സ്, ചില കാര്യം നമുക്കറിയാമല്ലോ, ചിപ്പിൻ്റെ കാര്യങ്ങൾ, ചില കാര്യങ്ങൾക്ക് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ സ്വായത്തമാക്കിയേക്കാം. അതിനും കൂടിയുള്ള ഒരു മുന്നേറ്റമാണ് നമ്മൾ ഈ ടെക്നോളജി തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി മറ്റ് പ്ലാനറ്റ്സിൽ നിന്നൊക്കെ റിസോഴ്സസ് കിട്ടാം, നമുക്ക് അതുവഴി കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് അതിന് നമ്മൾ മുൻകൈ എടുക്കുകയാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം മിക്കവാറും എല്ലാ പർച്ചേസസും മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം വഴിയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ കമ്പനികളെ പരിപോഷിക്കുകയാണ്, പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രോജക്ട്സുകൾ അവർക്ക് കൊടുക്കുകയാണ്, കൂടുതൽ വരികയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ക്രിട്ടിക്കലായിട്ടുള്ള പല സംഗതികളും നമ്മളിവിടെ ഇപ്പം കേപ്പബിലിറ്റി ഒരുമാതിരി എല്ലാം ഉണ്ടെങ്കിലും ചില സംഗതികൾ ഇപ്പോഴും നമ്മൾ ഫോറിൻ ഡിപ്പെൻഡൻ്റ് ആണ്. ഫോറിൻ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കേഷൻ ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കം തൊട്ട് ഹിസ്റ്റോറിക്കലി നോക്കിയാൽ തന്നെയും നമ്മുടെ സ്പേസിന് ഈ വക അച്ചീവ്മെൻറ്റ്സ് വളരെ മുമ്പേ ആകാമായിരുന്നു. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മുടെ ടെക്നോളജി നമുക്ക് സ്വന്തമായി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വളരെ വലിയ കമേഴ്ഷ്യൽ ലെവലിലേക്കോ കൂടുതൽ ഇക്കണോമി അല്ലെങ്കിൽ ഇൻകം ജനറേഷൻ ലെവലിലേക്കോ ഒക്കെ മാറിയത്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യാവുന്ന രീതിയിൽ ഇപ്പോൾ ചെറിയ ഡിപ്പെൻഡൻസ് ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഈ റെയർ എർത്ത് എലമെന്റ്സ് ഇല്ലേ, ഇപ്പം നമ്മൾ ഇവിടുന്ന് കരിമണെല്ലാം എടുത്തിട്ട് അതിനകത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തുന്ന ഇപ്പം തമിഴ്നാട്ടിലൊരു കഴിഞ്ഞ അടുത്തായിട്ട് ഒരു പുതിയ കണ്ടുപിടുത്തമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ. അപ്പം ഇത് തന്നെയാണോ ഈ ചന്ദ്രനിൽ നിന്ന് നമുക്ക്? അതാണ് ഞാൻ പറഞ്ഞത്, അതിന് സെയിം അല്ല. ഈ റെയർ എർത്ത് ആയിട്ടുള്ള ഇപ്പോൾ ഫ്യൂഷൻ ടെക്നോളജിക്ക് വേണ്ടുന്നുള്ള ന്യൂക്ലിയർ കണ്ടന്റ് ഉള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്.
ഹീലിയം 3 പോലെയുള്ള സംഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള പല റെയർ ആയിട്ടുള്ള ഇപ്പോഴും യൂസ് പോലും കണ്ടെത്തിയിട്ടില്ലാത്ത പല സോഴ്സസിൻ്റെയും ഒരു വളരെ വലിയ സോഴ്സാണ് മൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ മൂണിൽ നിന്നുള്ള പല സംഗതികളും പല രീതിയിൽ അഡ്വാൻസ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാനുള്ള റെയർ മെറ്റീരിയൽസ് ആണ്. ഇത് പലതും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതുകൊണ്ട് അതിൻ്റെ സോഴ്സ് ഉണ്ട്, അതല്ലാതെ ഉള്ളതുകൊണ്ട് വളരെ വലിയ സോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഓരോ രാജ്യവും അവരുടെ ആവശ്യം, എല്ലാ രാജ്യങ്ങളും മത്സരിക്കുകയാണ് അത് കൊണ്ടുവരാൻ. അപ്പോൾ ഇനി ഫ്യൂച്ചറിലുള്ളൊരു ത്രെട്ട് അതാണ്. എല്ലാവരും കൂടി അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയും ആ റിസോഴ്സസ് ഉള്ള സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ ചെല്ലുകയും അവർ കോഓപ്പറേറ്റീവായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ കാശുള്ള അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വലിയ രാജ്യങ്ങൾക്ക് കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും അങ്ങനെയുള്ള രീതിയിലേക്ക് മാറിയാൽ അത് ഒരു മനുഷ്യരാശിയെ തന്നെ അതൊരു പ്രശ്നമായി മാറുകയും ചെയ്യും. പക്ഷെ അതിന് പകരം കോപ്പറേറ്റീവായിട്ട് ഇത് ഡെവലപ്പ് ചെയ്താൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ മനുഷ്യരാശിക്ക് തന്നെ ഏറ്റവും വളരെ സംഭാവനകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് സ്പേസ് ടെക്നോളജി. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നാലും ഇതെല്ലാം സ്പേസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. ഇപ്പോൾ AEML ടെക്നോളജീസ് ഒക്കെ പറയുമ്പോഴും ഇതെല്ലാം സ്പേസ് ബേസ്ഡ് ആയിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഒരു ഐ ഇൻ ദ സ്കൈ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഐ ആണ് സ്കൈയിലുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് എർത്തിൽ നമുക്ക് ബാക്കിയുള്ള സംഗതികളെല്ലാം, ഇപ്പോൾ ബോർഡർ സർവൈലൻസ് ആയാലും, ഇപ്പം ഫ്ലഡ് കൺട്രോൾ ആയാലും, ഞാൻ നേരത്തെ പറഞ്ഞ അർബൻ പ്ലാനിങ് ആയാലും, എന്താണ് പ്ലാന്റേഷൻസ് മാനേജ്മെന്റ് ആയാലും, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആയാലും, അഗ്രികൾച്ചറിൽ തന്നെ എന്താണ് ഈ സ്പ്രിംഗ്ലർ പോലെയുള്ള സംഗതികൾ ഓട്ടോണമസ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ടെമ്പറേച്ചർ ചേഞ്ചസ് അനുസരിച്ചൊക്കെ. സാറ്റലൈറ്റ് ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ എന്ത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എഡ്യൂക്കേഷന് വേണ്ടി ഉപയോഗിക്കാം, ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കാം, ഏത് രീതിയിലും മറ്റ് ഗവേണൻസിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ കണ്ടതാണ് പല ഗവേണൻസ് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ എല്ലാ രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി. അതുകൊണ്ടാണ് പറയുന്നത് ഈ ടെക്നോളജി ഒരു ലിങ്ക് ടെക്നോളജിയാണ്, എനേബിളറാണ്, ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ എല്ലാ സെക്ടേഴ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പേസ് ഇക്കോണമി എന്ന് പറയുന്നത് സാധാരണ തെറ്റിദ്ധരിക്കുന്നത് പോലെ സ്പേസിനകത്തുള്ള ഇക്കോണമിക് ആക്ടിവിറ്റീസ് അല്ല, മറിച്ച് സ്പേസ് ഇക്കോണമിയുടെ കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റീസ് മറ്റ് സെക്ടറിലാണ്. സോ സ്പേസ് ഇക്കോണമി ഈസ് ബിയോണ്ട് സ്പേസ് സെക്ടർ, നോട്ട് ഓൺലി സ്പേസ്. അപ്പോൾ മറ്റ് സെക്ടറുകളിലും മറ്റ് ഏരിയകളിലും മറ്റ് സംഗതികളിലും എല്ലാം ചേർന്നാണ് ഇതിൻ്റെ ബിസിനസ് പൊട്ടൻഷ്യൽ ഉള്ളത്, മൂല്യവർദ്ധന ഉണ്ടാവും. ചൈന ഇപ്പോൾ ഈ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യയെക്കാളും മുന്നിലാണോ പിന്നിലാണോ? ചൈന വളരെ വലുതായിട്ട് മുന്നിലാണ്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ വലുതായിട്ട് മുന്നിലാണ്. രണ്ടാമത്തെ ഏറ്റവും സ്പേസിലെ ഏറ്റവും വലിയ രാജ്യമാണ് ചൈന. ചൈന US തമ്മിൽ US ഇപ്പോൾ കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ചൈന ഇപ്പോഴും ഗവൺമെന്റ് മോഡലിലാണ് വിശ്വസിക്കുന്നത്, ഗവൺമെന്റ് കൺട്രോൾഡ് ആണ് ഫുള്ളി ആയിട്ട്. അപ്പോൾ ചൈനയെക്കാളും ഒക്കെ എത്രയോ പിറകിലാണ് നമ്മുടേത്. പക്ഷേ പിറകിലെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് വെച്ചാണ് ഞാൻ പറയുന്നത്, പണം ചെലവാക്കുന്നത് വെച്ച്. പക്ഷേ ഒരുപക്ഷെ ടെക്നോളജി കൺട്രോൾ കേപ്പബിലിറ്റിയിലൊക്കെ നമ്മൾ അവരോടൊപ്പം തന്നെയാണ്. ഇപ്പോൾ എക്സെപ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ അതിപ്പോൾ ഉടൻ തന്നെ നമ്മൾ അച്ചീവ് ചെയ്യും. ബാക്കി എല്ലാത്തിലും നമ്മൾ അവരോടൊപ്പമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം, ഈ മുഴുവൻ പറയുന്നതും എക്കണോമിക് പെർസ്പെക്റ്റീവിലാണ്. ടെക്നോളജി പെർസ്പെക്റ്റീവ് ഒരുപക്ഷെ ഇതിനേക്കാളും വേറെ വലിയ, ഇതിന് കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ സയൻറ്റിസ്റ്റ് തരാൻ പറ്റും. ഞാനിത് എക്കണോമിക് പെർസ്പെക്റ്റീവ്, നമ്മുടെ രാജ്യത്തിൻ്റെ റിസോഴ്സ് സേവ് ചെയ്യുക, കൂടുതൽ വരുമാനം ഉണ്ടാക്കുക, ഈ ടെക്നോളജി പല സെക്ടേഴ്സിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കാനും രാജ്യത്തെ റിസോഴ്സ് സേവ് ചെയ്യാനും റിസ്ക് അവോയ്ഡ് ചെയ്യാനും. ഇപ്പം പലപ്പോഴും പറയാറുണ്ട് ഈ ആന്ധ്രാപ്രദേശിലേക്ക് സൈക്ലോണിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. 80s-ലും 90s-ലും ഒക്കെ ചില സൈക്ലോൺസ് ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെയൊക്കെ മരണത്തിനിടയാക്കി. അതേ സൈക്ലോൺ അതിനേക്കാൾ കൂടുതൽ ഇൻറ്റൻസിറ്റിയിൽ അതേ സ്ഥലത്ത് അടുത്ത കാലത്ത് വന്നപ്പോൾ ഒരാൾ പോലും മരിക്കാത്ത അവസ്ഥയുണ്ട്. ഇത് ഓൺലി ബിക്കോസ് ഓഫ് സ്പേസ് ടെക്നോളജി. എയർലി വാർണിംഗ് സിസ്റ്റവും ഇവാക്യുവേഷനും എല്ലാം പെട്ടെന്ന് നടത്തി അത് കടലിൽ എത്തുമ്പോൾ തന്നെ നേരത്തെ തന്നെ 2 ദിവസം മുമ്പ് തന്നെ അതിനെപ്പറ്റി പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, വിൻഡ് മൂവ്മെന്റ്സ് ഒക്കെ മനസ്സിലാക്കി ചെയ്തതുകൊണ്ട്. അപ്പം റിസ്ക് അവോയ്ഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിസ്ക് മിറ്റിഗേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് മാത്രമല്ല, അതിന് മുൻപ് തന്നെ റിസ്ക് അവോയ്ഡ് ചെയ്ത് ഡിസാസ്റ്ററിനെ മിറ്റിഗേറ്റ് ചെയ്ത് പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പം ഈ സുനാമി പ്രഡിക്ഷനിലേക്കും അല്ലെങ്കിൽ ഇപ്പം ലാൻഡ് സ്ലൈഡിൻ്റെ അതും അഡ്വാൻസ്ഡ് പ്രഡിക്ഷനിലേക്കും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കേരളത്തിൽ ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പം അതിലും സ്പേസിന് എങ്ങനെ ഓൺ ചെയ്യാൻ പറ്റും, അതിനുള്ള പേലോഡ്സ്, അതിനുള്ള സെൻസേഴ്സ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് സയൻറ്റിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഇൻപുട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് ഇതുപോലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ്. അതിൽ ഐ ആം സമൺ ഹു ബിലീവ്സ് നമ്മൾ മാത്രമല്ല ഇവിടെ, ദർ ആർ ഏലിയൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ദ പ്രോബബിലിറ്റി ഈസ് വെരി ഹൈ. അപ്പം മറ്റ് രാജ്യങ്ങൾ ഈ ഏലിയൻസിനെ കണ്ടെത്താൻ വേണ്ടി കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറേ റിസർച്ചുകൾ ചെയ്യുന്നു, അതിനുള്ള അറ്റംപ്റ്റ്സ് നടത്തുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഈ സ്പേസ് എക്കണോമിയായിട്ട് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈസ് ഇന്ത്യ ഡൂയിങ് എനിത്തിങ് അബൌട്ട് ടു ഫൈൻഡ് ഇതുപോലെ ഏലിയൻസ്? തീർച്ചയായിട്ടും നമ്മളിപ്പം പല ആ സംഗതികളിലും നമ്മൾ കാൽ വെച്ചിട്ടുണ്ട്.
പക്ഷെ നമുക്ക് ഹെവി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഇപ്പോഴും. നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ട് ഇപ്പോഴും. നമുക്ക് ഇപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന പ്രയോറിറ്റിയിലാണ് നമുക്ക് അത്രയും റിസോഴ്സസ് ഉള്ളത്. ഇനി പ്രൈവറ്റ് സെക്ടർ വരുമ്പം മറ്റു രാജ്യങ്ങൾ ചെയ്യാൻ കാര്യം പ്രൈവറ്റ് സെക്ടറും കൂടി ചേർന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മളും എല്ലാവരും ഇപ്പോൾ സയൻറ്റിസ്റ്റ് മുഴുവനും വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി നമ്മളെപ്പോലെ തന്നെ ചിലപ്പോൾ നമ്മളെക്കാളും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവാം, അവരുമായിട്ട് ലിങ്ക് എങ്ങനെ ഉണ്ടാക്കാം, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ വളരെ കുറച്ച് പ്ലാനറ്റ്സിനെ പറ്റിയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അല്ലെങ്കിൽ ടെക്നോളജി, അസ്ട്രോണമേഴ്സിന് കുറച്ചുകൂടി അറിയാം, പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷെ അവിടെ ചെല്ലണമെങ്കിൽ സ്പേസ് ടെക്നോളജി ഉണ്ടാവണം, അവിടെ എത്തിപ്പെട്ട് അതിൽ ഇറങ്ങിയിട്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്താണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത്രയും ദൂരത്തിലേക്കൊക്കെ പോകണം. അതിന് പോകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജിയിലേക്ക് വേണം. പണ്ട് കാലങ്ങളിൽ നമ്മൾ സ്വപ്നമായിട്ട് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പം യാഥാർത്ഥ്യമാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സ്വപ്നവും ഏലിയൻ എന്ന് പറയുന്ന സ്വപ്നവും യാഥാർത്ഥ്യമായേക്കാം. നമുക്ക് എന്തായാലും ഞാൻ അതിനെ ആശംസിക്കുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനെയോ ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ നമ്മുടെ ജീവിത സമയത്ത് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ കാണാം, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാം, അവരെ ഇങ്ങോട്ട് ഇറക്കാം. ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെയാണ് സയൻറ്റിഫിക് ക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ് ഉള്ളത് കൊണ്ടാണ് വീണ്ടും 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 എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ മൂണിലേക്ക് ഇന്ത്യ തന്നെ അറ്റംപ്റ്റ് ചെയ്തല്ലോ. ആദ്യത്തെ L1 മിഷൻ എന്ന് പറഞ്ഞാൽ മൂണല്ല, സണ്ണിലേക്ക്. സണ്ണിൽ എന്താണ് നടക്കുന്നത് ഇനി ഒരുപക്ഷെ നമുക്കറിയത്തില്ല. സണ്ണിൽ ഇനി ഇറങ്ങുമോ ആൾക്കാർ? നമ്മളിപ്പോൾ വിചാരിക്കുന്നത് സണ്ണിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും. സണ്ണിൻ്റെ എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മില്യൺ മൈൽസിന് അകലെയാണ് ഈ ലങ്കരാജ്യൻ പോയിന്റ് എന്ന് പറയുന്ന പോയിന്റ്. ഇന്ത്യയും എന്ത് ചെയ്യുന്നു, ആദ്യത്തെ L1 മിഷൻ വിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ പഠിക്കുകയാണ് ദൂരെ നിന്നുകൊണ്ട് സണ്ണിൻ്റെ റേസ് എങ്ങനെയാണ്, അതിൻ്റെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അതിൻ്റെ റേഡിയേഷൻസ് എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള പേടകം നമ്മൾ വിട്ടിട്ടുണ്ട്. നമ്മൾ ആ ലെവലിൽ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ട് അതിനെ അവിടെ നിന്നുള്ള കോസ്മിക് റേസ്, കൂടുതലായിട്ടുള്ള റേഡിയേഷൻസ്, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ടെമ്പറേച്ചർ, ഭാവിയിൽ എർത്തിൽ എങ്ങനെ രീതിയിൽ അഫക്റ്റ് ചെയ്യാം, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിനെ വേറെ രീതിയിൽ ബെനിഫിറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണ്. നമ്മളൊക്കെ ഫോർ ഫ്രണ്ടിലാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ ഇവിടെയെല്ലാം പണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സർക്കാരിന് മാത്രമായിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ഒരു വളരെ കൺട്രോൾഡ് ആയിട്ട് റെഗുലേറ്റഡ് ആയിട്ട് ഇവരെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച്, അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഫൈൻഡിങ്സ് എളുപ്പമാവും. ഇപ്പം പക്ഷേ നമ്മുടെ രാജ്യമാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. നമ്മുടെ രാജ്യം ഇപ്പം ഈ US-ഉമായിട്ടും ജപ്പാനുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും ഒക്കെ ചേർന്ന് പല പല സ്പേസ് കോഓപ്പറേഷൻ മെക്കാനിസത്തിൽ നമ്മൾ ഉടമ്പടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളതിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം എൻ്റെ ഇൻട്രസ്റ്റ് ഇതിലെങ്ങനെ പണം സേവ് ചെയ്യാം, കൂടുതൽ പണം ഇല്ലാതെ നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ ഈ സ്പേസ് ഇക്കണോമിക്സ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യാറുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വലുതായിട്ട് ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, പറയാൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ പറ്റി കൂടുതൽ അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇത്രയും ഇൻഫർമേഷൻസ് സാർ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് Audio Podcast. Thank you for inviting me. Thank you. All the best for your program.